അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കൃപാസനത്തിൽ നടന്ന റാലിയുടെ ലക്ഷക്കണക്കിന് ജപമാല പ്രാർത്ഥനയുടെ ശക്തിയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ തളർന്നു പോയവരെ, പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ ബലം നഷ്ടപ്പെട്ടു പോയവർ, അവരുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളും ദുരിതങ്ങളും കാരണം പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് തോന്നാത്തവർക്ക് ഈ പ്രാർത്ഥന കൊണ്ട് ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. ദൈവതരെ, ഈ ആശീർവാദ സമയം നിൻ്റെ നഷ്ടപ്രതീക്ഷകൾ പൂവണിയുകയും നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേൽ കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ
നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേലെ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാസുരസ്വരം നീക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവ ആഭിമുഖ്യത്തിലും ആത്മബന്ധത്തിലും വളരുന്നതിന് വേണ്ടിയുള്ള ചില ടിപ്സുകളൊക്കെയാണ് എൻ്റെ കൊച്ചു ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ളതും ഉള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ച് കാണാം, വേറെ വിശുദ്ധന്മാരെയോ അല്ലെങ്കിൽ വേറെ മനുഷ്യരുടെ അനുഭവങ്ങളൊന്നും അങ്ങനെ പറയാറില്ല. അപ്പോൾ എൻ്റെ ബോധ്യത്തിൽപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. എൻ്റെ ബോധ്യങ്ങളിൽപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങളും അത് കേട്ട് ആധ്യാത്മിക ജീവിതം നമ്മൾ പറയുന്ന ഭക്തജീവിതം അല്ല, അതിൻ്റെ അപ്പുറത്ത് ദൈവമായിട്ട് ആധ്യാത്മിക ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റ് എന്ന് പറയണത്, ലക്ഷ്യമെന്ന് പറയണത് ദൈവം തന്നെയാണ്, നമ്മളല്ല. ശരിക്കും ഇപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനാ ജീവിതത്തിൽ പല ആൾക്കാരും പ്രാർത്ഥന ജീവിതം പറയുന്നുണ്ടെങ്കിലും നാട്ടുപ്രാർത്ഥനാ ജീവിതം എന്ന് പറയണത് സന്യസ്തരുടെ സമർപ്പിത പ്രാർത്ഥനാ ജീവിതമല്ല. നാട്ടുപ്രാർത്ഥനാ ജീവിതം എന്ന് പറയണത് നാട്ടുകാർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവർക്കാണ് അവിടെ പ്രാധാന്യം. അവിടെ ദൈവത്തിന് വലിയ പ്രാധാന്യമില്ല. വെച്ചാൽ അവർക്ക് അവർ വിചാരിക്കുന്ന കാര്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ അവർ പ്രാർത്ഥന കുറക്കുന്നുണ്ടല്ലോ. ശരിയല്ലേ? നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ പ്രാർത്ഥന കുറക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ ആ പ്രാർത്ഥനാ ജീവിതത്തിൽ നിങ്ങൾക്കാണ് പ്രാധാന്യം എന്നാണ് എൻ്റെ അർത്ഥം. ദൈവത്തിന് 2ാം സ്ഥാനമേ ഉള്ളൂ. അപ്പം അത് എപ്പോഴും ഇതിനകത്ത് പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ നാട്ടുപ്രാർത്ഥനാ ജീവിതത്തിൻ്റെ അപകടം അത് തന്നെയാണ്. കാര്യം ദൈവത്തിന് ഈ ഉടായിപ്പ് അറിയാം. കാര്യം നിങ്ങൾ അനുഗ്രഹം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കള്ളന്മാർ ചവിട്ടും എന്നൊക്കെ അറിയാം. അപ്പം ദൈവത്തിന് നമ്മളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതൊരു വല്ലാത്തൊരു ട്രാജഡിയാണ്. യോഹന്നാൻ 2:24 യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. കാരണം അവൻ അവരെല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം സർട്ടിഫിക്കറ്റ് അവൻ ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അറിയാവുന്ന. അതുകൊണ്ട് തന്നെയാണ് പല പ്രാർത്ഥനകൾക്കും ദൈവത്തെക്കാൾ പ്രാധാന്യം നമ്മൾക്ക് വരുന്നുണ്ട്. ഇനി ഇതിനെ അട്ടിമറിക്കാൻ, ഇതിനെ അതിജീവിക്കാനുള്ള മാർഗം ദൈവത്തിൻ്റെ പേരിൽ ദൈവത്തിനാണ് പ്രാധാന്യമെന്നുള്ളത് നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ ബോധ്യപ്പെടുത്തേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതിനെന്ത് ചെയ്യുമെന്ന്. അതിനൊരു ചെറിയ ടിപ്പുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ യാതൊരുവിധ പേയ്മെൻറ്റും പ്രതീക്ഷിക്കാതെ ഒത്തിരിയേറെ അധ്വാനങ്ങളോ ഈ വിഷയത്തിൽ വിശ്വാസങ്ങൾ നിക്ഷേപിക്കണം. പേയ്മെൻറ്റോ ഇൻട്രസ്റ്റോ ഒന്നും പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്കിന്ന് അതായത് പ്രത്യുപകാരമോ പ്രതിഫലം പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ജീവിതത്തിലെ കുറേ വിശ്വാസ നിക്ഷേപങ്ങൾ ജീവിത സാക്ഷ്യമായിട്ടുണ്ടായാൽ പതുക്കെ നിങ്ങളുടെ മൂല്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ വർദ്ധിക്കും. ഇതിന് ബാക്കി അടുത്ത ദിവസം പറയാം. അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ ലഭിച്ച വലിയ അനുഗ്രഹത്തിനെ ഓർത്ത് എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്കും വളരെയധികം നന്ദി പറയുന്നു. എൻ്റെ പേര് മിൻറ്റു തോമസ്. ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്. തിരുഹൃദയ കത്തോലിക്ക ദേവാലയം പെഴുമ്പാറയിലെ അംഗമാണ്. 2022 ഡിസംബർ 30 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എല്ലാ യൂത്തിനെയും പോലെ ഉടമ്പടി എടുക്കാമല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാം, ഓക്കെ അതിൻ്റെ കൂടെ പഠിക്കാം എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ 12th കഴിഞ്ഞിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞിട്ടാണ് വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്, എക്സാമിനൊക്കെ പോകുന്നതിന് മുമ്പ്.
ഉടമ്പടി എടുക്കുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പ ഓൾറെഡി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു ഉടമ്പടി എടുത്തോ, അപ്പം പഠിക്കുകയൊക്കെ അല്ലേ, പോകുന്ന കാര്യമൊക്കെ ശരിയാവും എന്നൊരു ഫോക്കസിലാണ് ഞങ്ങളെല്ലാം വന്ന് ഉടമ്പടി എടുത്തത്. അപ്പം എൻ്റെ കൂടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാം വന്ന് ഉടമ്പടി എടുത്തു. അപ്പം ഉടമ്പടി എടുക്കാം, പ്രാർത്ഥിക്കാം, അതിലൂടെ പഠിക്കാം, നടക്കുന്ന പോലെ നടക്കട്ടെ എന്നൊരു ഫോക്കസിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം ആദ്യം ഞങ്ങൾ ബാംഗ്ലൂർ പോയി ഡേറ്റ് എടുത്ത് എക്സാം എഴുതി. ഫുൾ മൊഡ്യൂളായിരുന്നു. എക്സാം എഴുതി 3 ദിവസത്തിനുള്ളിൽ തിരിച്ച് വീട്ടിൽ വരുന്ന മുമ്പ് റിസൾട്ട് വന്നു. എല്ലാവരും എക്സാം ഫെയിലായി. അപ്പം ഓക്കെ, എല്ലാവരും ഫെയിലായല്ലോ, കുഴപ്പമില്ല. അപ്പോൾ അടുത്ത ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ട്രൈ ചെയ്തു. അതിൽ ഞങ്ങൾ 3 പേരെ അറ്റൻഡ് ചെയ്തോളൂ എക്സാം. ഞാൻ ഫുൾ മൊഡ്യൂളായിരുന്നു എടുത്തത്. അപ്പോൾ എൻ്റെ കൂടെ വേറൊരു ഫ്രണ്ടും ഫുൾ മൊഡ്യൂളുണ്ടായിരുന്നു. അപ്പം എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് 1 മന്തിനുള്ളിൽ റിസൾട്ട് വന്നു. എൻ്റെ കൂടെ എഴുതിയ 2 ഫ്രണ്ട്സിൽ എനിക്കും എൻ്റെ ഒരു ഫ്രണ്ടിനും കിട്ടിയില്ല. പക്ഷേ എൻ്റെ മറ്റേ ഫ്രണ്ടിന് എക്സാം കിട്ടി. അവൾക്ക് 2 മൊഡ്യൂൾ കിട്ടിയപ്പോൾ ഓക്കെ, കാരണം എൻ്റെ അത്രയും പോലും ട്രൈ ചെയ്തില്ല. പക്ഷേ ഞാൻ എൻ്റെ മെറിറ്റിൽ ഒരുപാട് വിശ്വസിച്ചായിരുന്നു. എനിക്ക് കിട്ടും, ഞാൻ പഠിച്ചാൽ എനിക്ക് കിട്ടും, പ്രാർത്ഥിക്കുന്നതിനേക്കാളും അപ്പുറം എനിക്ക് പഠിച്ചാൽ എനിക്കൊരു ഫോക്കസ് ഉണ്ടായിരുന്നു, എനിക്ക് കിട്ടും എന്നൊരു. പിന്നെ എനിക്ക് മനസ്സിലായി ഒരു കാരണവശാലും എൻ്റെ പഠനം കൊണ്ട് നടക്കത്തില്ല. അത് അങ്ങനെ കിട്ടുന്നൊരു സംഭവമല്ല ഇത് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. കാരണം ഇത്രയും നാൾ പഠിച്ച ഒരു ഭാഷയല്ല ഇപ്പോൾ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്ന, എക്സാം എഴുതുന്നത് മലയാളമോ ഇംഗ്ലീഷോ പോലെയല്ല. ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പഠിക്കുന്ന പിള്ളേർക്കെല്ലാം അറിയായിരിക്കും ഭയങ്കര ടഫാണ്. 4 മൊഡ്യൂൾസ് ഉണ്ട്, അതിൽ ഭയങ്കര ടഫാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം അവൾക്ക് കിട്ടി, അപ്പോൾ എനിക്ക് കിട്ടിയില്ല. എന്നെ മാനസികമായിട്ട് ഞാൻ വളരെയധികം തളർന്നു. അപ്പം എല്ലാവരും നമ്മുടെ പള്ളിയിലോ, ഞങ്ങളുടെ ഒരു പള്ളിയിലാണ്, അപ്പം പള്ളിയിലുള്ളവരൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഓക്കെ അവൾക്ക് കിട്ടിയല്ലോ, നിനക്ക് കിട്ടിയില്ലല്ലോ എന്ന് വരെ നമ്മളെ ഇങ്ങനെ കുത്തി പറയാൻ തുടങ്ങി. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, കിട്ടുമായിരിക്കും എന്ന്. പക്ഷേ അതിനേക്കാട്ടിലും അപ്പുറം, ഞാൻ പഠിക്കുന്നതിനേക്കാട്ടിലും അപ്പുറം ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടിയിൽ ഞാൻ ജീവിക്കാൻ തുടങ്ങി. ഞാൻ കറക്റ്റായിട്ട് പ്രാർത്ഥനകൾ ചൊല്ലി, ബൈബിൾ വായിച്ച് ഞാൻ ആ ഒരു റൊട്ടീനിൽ പോയി. അടുത്ത എക്സാം ഡേറ്റ് എടുത്തു. ഡൽഹിയിലായിരുന്നു എക്സാം ഡേറ്റ്. ഞാൻ ഹ്യോറനും ഷ്രൈബനുമാണ് എടുത്തത്. അതായത് റൈറ്റിങ്ങും ഹിയറിങ്ങും ആയിരുന്നു എടുത്തത്. അപ്പം കുഴപ്പമില്ല, കിട്ടും എന്നൊരു സംഭവം പോയി. കിട്ടും, മാതാവുണ്ടല്ലോ കൂടെ എന്നൊരു സംഭവമായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ നമ്മുടെ ID പ്രൂഫ് കാണിക്കണമായിരുന്നു അവിടെ. അപ്പം ID പ്രൂഫിലാണെങ്കിൽ പാസ്പോർട്ടിൽ ഞാൻ ഒപ്പിട്ടിട്ട് അടുന്ന് പോയെന്നേ. അപ്പോൾ ആദ്യത്തെ മൊഡ്യൂൾ എനിക്ക് ഹിയറിംഗ് ആയിരുന്നു. ഹിയറിംഗ് എഴുതി. അപ്പം ഇതിൽ കോഡുണ്ട്. അപ്പോൾ കോഡ് ഇങ്ങനെ പഠിച്ച സാധനമാണല്ലോ കേൾക്കുന്നത്. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കും മൊത്തം ഞാൻ പഠിക്കുന്ന സാധനമാണ്, പഠിച്ച സാധനമാണ് ഫുള്ള് ഇപ്പോൾ കാണുന്നത്. അപ്പം ഓക്കെ, എനിക്ക് കോൺഫിഡൻ്റ് ആയി, ഹിയറിംഗ് കിട്ടും, ഹിയറിംഗ് ഓക്കെയാണ്. അപ്പം ഹിയറിംഗ് കഴിഞ്ഞു. എല്ലാവർക്കും ആ റൂമിൽ തന്നെ ആയിരുന്നു ഹിയറിങ്. അടുത്ത എക്സാമും ഷ്രൈബനും അത് റൈറ്റിങ്ങും. പക്ഷേ എനിക്ക് മാത്രം വേറൊരു റൂമിലായിരുന്നു. അപ്പം ഞാൻ വേറെ റൂമിൽ പോയപ്പം എനിക്ക് ക്വസ്റ്റ്യൻ കണ്ടു, ഒന്നും മനസ്സിലായില്ല. എനിക്കറിയത്തില്ല എന്തോ എഴുതണ്ടേന്ന്. ഞാൻ പഠിച്ചതെല്ലാം എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനും ഇതുപോലെ കോഡുണ്ട്. ഞാൻ പഠിച്ചതെല്ലാം അതിനകത്തുണ്ടായിരുന്നു. എനിക്ക് എന്നതാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ എന്തൊക്കെയോ എഴുതി വെച്ചു, കാട്ടിക്കൂട്ടി തിരിച്ചിറങ്ങി വന്നു. ഓക്കെ, ഒരെണ്ണമെങ്കിലും കിട്ടുമല്ലോ, ഹിയറിങ്ങെങ്കിലും കിട്ടുമല്ലോ എന്നൊരു ഫോക്കസ് ഉണ്ടായിരുന്നു. ഷ്രൈബന് എനിക്ക് ഒട്ടും ഫോക്കസിലായിരുന്നു. കാരണം ടഫസ്റ്റ് മൊഡ്യൂളാണ്, വൺ ഓഫ് ദ ടഫസ്റ്റ് മൊഡ്യൂളാണ് ജർമ്മനിലെ ഷ്രൈബൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് കിട്ടത്തില്ലെന്ന് തന്നെയായിരുന്നു. റിസൾട്ട് വന്നു. അത്ഭുതം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടിരുന്ന ഹിയറിങ് ഞാൻ ഫെയിലായി. എനിക്ക് ഒരു ഫോക്കസും ഇല്ലാണ്ട്, ഒരു മെറിറ്റും ഇല്ലാണ്ട് ഞാൻ പോയ എക്സാം ആയിരുന്നു റൈറ്റിങ്. അതെനിക്ക് നല്ല മാർക്കോടെ അമ്മ എനിക്ക് പാസ്സാക്കി തന്നു. പിന്നെ എക്സാമൊക്കെ എഴുതി ഇങ്ങനെ പോയി. അപ്പം ഇനി പ്രോസസ്സിങ്ങിന് കൊടുക്കണമല്ലോ, ആ ഒരു ഫോക്കസിലേക്ക് വന്നു. പ്രോസസ്സിങ്ങിൻ്റെ കാര്യമായപ്പം പിന്നെ അപ്പോൾ എക്സാമൊക്കെ കിട്ടി കഴിഞ്ഞപ്പം അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടൊരു ഇത് വരുമല്ലോ, ഓക്കെ ഇനിയും നടന്നോളും കാര്യങ്ങൾ, വലുതായിട്ട് പ്രാർത്ഥിക്കണ്ട. അപ്പം സ്വന്തമായിട്ടൊരു സെൽഫിലേക്ക് പിന്നെയും തിരിച്ചു വന്നു. ഞാൻ ഒരിടത്ത് കൊണ്ടുപോയി പ്രോസസ്സിങ്ങിന് കൊടുത്തു. കോഴിക്കോടായിരുന്നു. അത് നമ്മുടെ ഇന്ന് പൈസയൊക്കെ ഫണ്ടൊക്കെ വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാരണവശാലും എന്ത് ചെയ്യുന്നില്ല, അവർ അങ്ങോട്ട് മൂവ് ആവുന്നില്ല, പ്രോസസ്സിങ് ഒന്നും നടക്കുന്നില്ല. ഒരു കാരണവശാലും ഇൻ്റർവ്യൂസ് നടക്കുന്നുണ്ട്, പക്ഷേ പാസ്സാവുന്നില്ല. ഒരു റിവ്യൂ അവർ തരുന്നില്ല. അപ്പം എന്തായാലും പോയി അന്വേഷിക്കാമെന്ന് വിചാരിച്ചു. പോയി അന്വേഷിച്ചപ്പോൾ ഇതുപോലെ അവർ പറഞ്ഞു അങ്ങനെ തരാൻ പറ്റത്തില്ല, പൈസയൊന്നും റീഫണ്ട് തരാൻ പറ്റത്തില്ല. ഭയങ്കര പ്രശ്നമായി, വിഷയമായി. നൈറ്റ് പോലീസ് സ്റ്റേഷൻ വരെ കയറേണ്ടി വന്നു. അന്ന് കോഴിക്കോടാണ്, നമുക്കറിയാത്തൊരു നാട്, ആരുമില്ല നമ്മുടെ കൂടെ. ഞാനും എൻ്റെ അമ്മയും എൻ്റെ ഫ്രണ്ടും അവളുടെ അമ്മയും മാത്രം. അവിടെ
എന്നതാ ചെയ്യണ്ടേ, ഇനി പൈസ എല്ലാം പോയി കംപ്ലീറ്റ്ലി നമ്മൾ ഒരു നമ്മുടെ വീട്ടുകാർ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു യുഗത്തിലെ പൈസ ഫുൾ ഇതിലേക്ക് കൊണ്ട് ഇത് ആക്കി, ഇനി പൈസയൊന്നും ഇല്ല, ഇനിയും അത് തിരിച്ച് കിട്ടത്തില്ല എന്ന അവസ്ഥയായി. ഇനിയും വേറെ വഴിയില്ല, പോകാൻ പറ്റത്തില്ല, ഇനി ഒരു വഴിയില്ല, പോലീസ് സ്റ്റേഷൻ വരെ കയറേണ്ട അവസ്ഥയായി, PCC പോലും ഇനിയും ക്ലിയറൻസ് ആവുമോ എന്ന് പോലും അറിയാത്തൊരവസ്ഥയായി. അന്ന് അമ്മ ഞങ്ങൾക്കായിട്ട് ഒരുക്കിയത് ആ ഒരു സിറ്റിയിലുള്ള ആൾക്കാർ, എനിക്ക് തോന്നുന്നു ആരൊക്കെയാണെന്ന് അറിയത്തില്ല, ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിന്ന് ആ ഒരു പോലീസ് സ്റ്റേഷനുള്ള ആൾക്കാർ വരെ ഞങ്ങൾക്ക് അമ്മ സപ്പോർട്ടായിട്ട് ഞങ്ങൾക്ക് നൽകി. വിത്തിൻ അവർ പറഞ്ഞ ഡേറ്റ്സിനുള്ളിൽ തന്നെ ഞങ്ങളുടെ പൈസ ഫുൾ എമൗണ്ട് റീഫണ്ട് തന്നു. 1 രൂപ സർവീസ് ചാർജ് പോലും പിടിക്കാതെ ഫുൾ എമൗണ്ട് അമ്മ ഞങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തന്നു. അത് കഴിഞ്ഞ് ഇനി എന്നതാ ചെയ്യേണ്ടത്, പ്രോസസ്സിങ് ഇങ്ങനെ നനയ്ക്കുകയാണ്, ഒന്നും ചെയ്യേണ്ടത് എന്തോന്ന് അറിയത്തില്ല, ഒരു രക്ഷയില്ല. അപ്പം ആ സമയത്ത് ഞാനാണെങ്കിൽ ഒരു മാമിൻ്റെ അവിടുത്തെ ജർമ്മനിയിൽ തന്നെ ഉള്ളൊരു ഇൻഫ്ലുവൻസറാണ്, പുള്ളിക്കാരുടെ ഒരു സ്റ്റോറി കണ്ടിട്ട്, ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കണ്ടിട്ട് ഞാൻ ഇങ്ങനെ മെസ്സേജ് ചെയ്തു, ഇൻ്റർവ്യൂസിൻ്റെ ഇതുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മെസ്സേജ് ചെയ്തു, എനിക്ക് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ തന്നു. 3 ദിവസത്തിനുള്ളിൽ ഞാൻ ഇൻ്റർവ്യൂവിന് കയറിയപ്പം അവരുടെ ആക്സെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച ജർമ്മൻ ലാംഗ്വേജോട് ഒരു ബന്ധവുമില്ല. കാരണം അവർ കറക്റ്റ് ഒരു മദർ ടങ്ങിൽ പറയുമ്പോൾ നമുക്കൊരു കാരണവശാലും മനസ്സിലാവത്തില്ല. എനിക്ക് ഇൻ്റർവ്യൂവിന് കയറി, ഞാൻ പറഞ്ഞത് എന്തുവാണെന്നോ അവരെന്തുവാ എന്നോട് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഉറപ്പായി അത് കിട്ടത്തില്ല. അന്ന് വൈകിട്ടാണെങ്കിൽ അപ്പം ഞാൻ അവിടുത്തെ മാമിനോട് മെസ്സേജ് അയച്ചു, റിവ്യൂ എല്ലാം ഉണ്ടോ. അവർക്ക് 5 പേര് അറ്റൻഡ് ചെയ്തു, 2 പേരെ മതി അവർക്ക്. അപ്പം 5 ഗേൾസ് അറ്റൻഡ് ചെയ്തു, 2 പേരെ മതി. അപ്പം ഒരാളെ സെലക്റ്റഡായി. അപ്പോൾ ഇനി ഒരാളെയും കൂടെ മതി. ഉറപ്പായി ഞാനല്ല, കാരണം എനിക്ക് അത്രയ്ക്കൊന്നും ഉള്ള കഴിവില്ല. 1, 2 ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അറ്റൻഡ് ചെയ്തു. ഇനി എന്തുവാ ചെയ്യാൻ, കാരണം വെക്കുന്ന സ്റ്റെപ്പുകളെല്ലാം ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്, പാളുകയാണ്, എന്തുവാ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. ഞാൻ പറഞ്ഞു എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ, കാരണം എനിക്ക് ആകെ ഒരു തണലെന്ന് പറയാൻ അവളേ ഉള്ളൂ. അപ്പോൾ അവളെ വീട്ടിൽ പോയിട്ട് അവളെന്നോട് പറഞ്ഞു, നീ ആരില്ല വിശ്വസിക്കുന്നതിനോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എടി ആരിൽ വിശ്വസിച്ചാലും അമ്മ ഉണ്ട്, പക്ഷേ എന്തുകൊണ്ട് എൻ്റെ കാര്യം ഇത്ര ലേറ്റ് ആക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അതിനേക്കാളപ്പുറം പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു എടി ലേറ്റ് ആവുന്നതില്ല നല്ലതിനാണ്. ഓക്കെ, അപ്പം അവളങ്ങനെ പറഞ്ഞു. ഞങ്ങൾ സൺഡേ അവിടെ നിന്നു, സാറ്റർഡേ നിന്നു, സൺഡേ അവിടെ നിന്നു. ഞാൻ മൺഡേ രാവിലെ തിരിച്ചാണെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ വീട്ടിൽ വന്നപ്പം ആരുമില്ല എൻ്റെ വീട്ടിൽ. ഞാനും പപ്പയും അമ്മയും കൂടെ ഒക്കെ ഒരിടത്തും വരെ പോയേക്കാണ്. ഞാൻ വീട്ടിൽ വന്ന് കയറി ഒരു ഉച്ച സമയമായി. അപ്പം ഉച്ച സമയമായപ്പം അവിടുത്തെ എന്തായാലും രാവിലത്തെ ടൈമിംഗ് ആണ്. എൻ്റെ ഫോണിലൊരു ടെക്സ്റ്റ് മെസ്സേജ്, കൺഗ്രാജുലേഷൻസ് മിൻറ്റു, യു ഗോട്ട് ദ സെലക്ഷൻ എന്ന് പറഞ്ഞ് മാം എനിക്ക് മെസ്സേജ് ഇട്ടേക്കുന്നു. കാരണം എനിക്കറിയാം എനിക്കത് കിട്ടത്തില്ല, കാരണം എനിക്ക് കിട്ടാനുള്ളൊരു ചാൻസും ഇല്ല, കാരണം ഒരു കാരണവശാലും ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പോയി, പ്രോസസ്സിങ് നടന്നുകൊണ്ടിരുന്നു. വിത്തിൻ 1 മന്ത് എന്ത് ചെയ്തു, എൻ്റെ കോൺട്രാക്റ്റ് വന്നു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ കടമ്പയെന്ന് വെച്ച് കഴിഞ്ഞാൽ BFSൻ്റെ ഡേറ്റ് കിട്ടാനുള്ള ഭയങ്കര ഒരു കഷ്ടപ്പാടായിരുന്നു. ആദ്യത്തെ ഡേറ്റ് വന്നു, ക്യാൻസലായി. 2ാമത്തെ ഡേറ്റ് വന്നു, ക്യാൻസലായി. അങ്ങനെ പല ഇഷ്യൂ വന്നു. അമ്മയുടെ അഖണ്ഡ ജപമാലയ്ക്ക് റാലിക്ക് വന്ന് ഞങ്ങളുടെ പ്രാർത്ഥിച്ചു, ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഡിസംബർ 8-ാം തീയതി ഡേറ്റ് കിട്ടി സബ്മിഷന് വേണ്ടി. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഞങ്ങൾക്കാണെങ്കിൽ ഒക്ടോബറിൽ കയറി പോകേണ്ടതായിരുന്നു. ഒക്ടോബറിലായിരുന്നു ഞങ്ങളുടെ സംഭവം സ്റ്റാർട്ടാകുന്നത്. പക്ഷേ അമ്മയുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തു തന്നു. നിങ്ങൾക്ക് ഇനി എപ്പോൾ വേണമെങ്കിലും വരാം, കുഴപ്പമില്ല. ഇങ്ങനെ BFSൻ്റെ ഡേറ്റ് നിങ്ങൾക്ക് ലാഗാണല്ലോ, കുഴപ്പമില്ല, നിങ്ങളിനി എപ്പോൾ വന്നാലും ഞങ്ങൾ ഓക്കെയാണ്. പക്ഷേ വേറെ കുറേ വേറെ കുറേ അതോറിറ്റീസ് പറഞ്ഞു പറ്റത്തില്ല എന്ന്. പക്ഷെ ഞങ്ങളുടെ അതോറിറ്റി പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ കയറി വന്നോ, നിങ്ങൾക്ക് ഇനി എപ്പോൾ വേണമെങ്കിലും വരാം. എക്സ്റ്റൻഷൻ ലെറ്റർ വരെ ഞങ്ങൾക്ക് തന്നു. എന്നിട്ട് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് 8-ാം തീയതി എനിക്ക് ഡേറ്റ് കിട്ടി, ഡിസംബർ 8-ാം തീയതി. 7-ാം തീയതി അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങളിവിടെ വന്നു. അപ്പോൾ എന്തായാലും ഫയൽ അമ്മേനെ കൊണ്ട് കാണിച്ച് പ്രാർത്ഥിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു. ഇവിടെ വന്നു. ജനപ്രവാഹം തന്നെയായിരുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഞങ്ങളപ്പോൾ വന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് വൈകിട്ടത്തെ വണ്ടിക്ക് പോയാൽ പോലെ, ഇവിടുന്ന് വൈകിട്ടത്തെ വണ്ടിക്ക് പോയാലേ നാളെ രാവിലെ അവിടെ ചെന്ന് സബ്മിഷൻ കഴിഞ്ഞ് വരാൻ പറ്റില്ല. കാരണം എനിക്ക് ടൈമും പറ്റത്തില്ല. അപ്പം ഇവിടെ വന്നു, എന്തൊക്കെയോ പറഞ്ഞ്. അപ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു നമുക്ക് തിരിച്ചു പോകാം, ഇവിടെ നിന്ന് നമ്മളോട് പ്രാർത്ഥിച്ചപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും പറഞ്ഞു വേണ്ട, എന്തായാലും ഇവിടെ വരെ വന്നാണ്. അമ്മേനെ കാണിച്ച് എൻ്റെ ഫയൽ കോൺസുലേറ്റ് അല്ല ഫസ്റ്റ് സൈൻ ചെയ്യുന്നത്, എൻ്റെ അമ്മയാണ് സൈൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഞാൻ ഫയൽ കൊണ്ട് എൻ്റെ അമ്മയുടെ കൊടുത്തു.
എങ്ങനെയോ ആ ക്രൗഡിൻ്റെ ഇടയ്ക്ക് വന്ന് തെള്ളി കയറി, എങ്ങനെ നടത്തില്ല, അത് ഫെയർ അല്ലെന്ന് നമുക്കറിയാം. പക്ഷെ എന്നിരുന്നാൽ പോലും അമ്മയ്ക്കും ഉണ്ടായിരുന്നു എന്നെ കാണണം, കൃപാസന മാതാവ് എന്നെ കാണണമെന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ കൃപാസന മാതാവ് എന്നെ കണ്ടു. എൻ്റെ ഫയൽ എല്ലാം അമ്മയ്ക്ക് കൊടുത്തു ഞാൻ. എന്നിട്ട് ഞാൻ അമ്മയ്ക്ക് കൊടുത്തിട്ട് ഞാൻ തിരിച്ച് ഇറങ്ങി. ഞങ്ങൾ പോയി സബ്മിറ്റ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല, സബ്മിറ്റ് ചെയ്തു. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ എക്സാമിന് പോകുന്നതിന് മുമ്പ്, ഞാൻ ഈ 4 എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാൻ വലിയൊരു അബദ്ധം കാണിച്ചത്, ഉപ്പ് കൊണ്ടുപോയി ഈ പാസ്പോർട്ടിൻ്റെ ഇടയ്ക്ക് ഇടുമായിരുന്നു. അപ്പം ഈ ഉപ്പല്ലേ, അപ്പം വെള്ളമാവുമായിരുന്നു. അപ്പം സ്റ്റെയിനായി എൻ്റെ പാസ്പോർട്ടിൽ. അപ്പം ഈ സ്റ്റെയിന് റിജക്ഷൻ ആകുമോ എന്നൊരു വലിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം നമ്മളല്ലോ സൈൻ ഇടുന്നതോ വിസ സ്റ്റാമ്പ് ചെയ്ത് തരുന്നതെന്നും അവർക്കറിയത്തില്ല, നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടാണെന്ന്. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃപാസന മാതാവിൻ്റെ ഉപ്പാണ് അതിൽ വീണത്, വേറെ ഒന്നുമല്ല വീണത്. അപ്പോൾ അമ്മയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. അപ്പോൾ അമ്മ ചെയ്തത്, അമ്മയുടെ ഉപ്പ അത് വീണതെങ്കിൽ നിൻ്റെ വിസ നിനക്ക് 10 ദിവസത്തിനുള്ളിൽ കിട്ടും എന്ന് പറഞ്ഞു. അതുകൂടാതെ ഞാൻ അമ്മയോട് പറഞ്ഞു, ഈ ഡിസംബർ 30 ആകുമ്പം ഞാൻ ഉടമ്പടി എടുത്തിട്ട് 3 വർഷമാവും. എനിക്ക് എന്തെങ്കിലും എനിക്ക് വന്ന് പറയണം, എനിക്കിങ്ങനെ കിട്ടി, എനിക്ക് 10 പേരോട് പറയണം, എൻ്റെ അമ്മ എനിക്കിത് തന്നു. ഞാൻ കൃപാസനത്തിൽ വരുന്ന മുമ്പ് ഒരുപാട് പേര് എന്നെ കളിയാക്കിയായിരുന്നു. ഓക്കെ, ഒരുപാട് ഞങ്ങളുടെ പള്ളിയിലുള്ളവരും പറയും, അല്ലാണ്ട് സമൂഹത്തിലുള്ളവരും പറയും, ഓക്കെ നിനക്ക് എന്ത് കിട്ടി, നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇത്രയും ചെയ്തിട്ട് നിനക്ക് എന്ത് കിട്ടി, നിങ്ങൾ ഭയങ്കര പ്രാർത്ഥിക്കുന്ന ഫാമിലിയാണല്ലോ എന്നൊക്കെ ഭയങ്കരമായിട്ട് പറയും. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ ആ ഫോക്കസിന് വിട്ടില്ല. ഞങ്ങളുടെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ പപ്പയും അമ്മയും നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, എന്നേക്കാളും നന്നായിട്ട്. എന്നിട്ട് ഞാൻ 8-ാം തീയതി സബ്മിറ്റ് ചെയ്തു. 17-ാം തീയതി എനിക്ക് മെസ്സേജ് വന്നു, എൻ്റെ വിസ അത് ഡിസ്പാച്ച് ആയെന്ന് പറഞ്ഞു. 18-ാം തീയതി എനിക്ക് മെസ്സേജ് വന്നു. 20-ാം തീയതി എൻ്റെ വിസ എൻ്റെ കയ്യിൽ കിട്ടി. 17-ാം തീയതി, അത് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 10 ദിവസത്തിനുള്ളിൽ 9-ാമത്തെ ദിവസം എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് അവിടുന്ന് അയച്ചു. എൻ്റെ കൂടെ എൻ്റെ മുമ്പിൽ കൊടുത്തിരുന്ന കൊച്ചിന് 25 ദിവസം എടുത്തു. അപ്പോൾ അവൾക്കാണെങ്കിൽ നേരത്തെ അപ്പോയിൻമെൻറ്റ് കിട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി, കാരണം എൻ്റെ കൂടെ പോകുന്ന കൊച്ചാണ്. അപ്പോൾ എന്തായാലും എനിക്ക് അവളോട് ഒരിക്കലും പോകാൻ പറ്റത്തില്ല, ഞാൻ തീരുമാനിച്ചു, ഉറപ്പിച്ചു. കാരണം അവൾക്ക് നേരത്തെ വിസ വരും, 3 ദിവസം 4 ദിവസം അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ വിസ വരും. അവൾക്ക് 25 ദിവസം എടുത്തു. അതായത് എനിക്ക് വിസ വരുന്നതിന് മുമ്പ് 3 ദിവസം മുമ്പ് അവൾക്ക് വന്നു. അപ്പോൾ മാം പറഞ്ഞു, എന്തായാലും വെയിറ്റ് ചെയ്യും, മിൻറ്റുവിനും കൂടെ വിസ വരട്ടെ, നമുക്ക് നോക്കാം, മിൻറ്റുവിനും കൂടെ വരട്ടെ എന്ന് പറഞ്ഞു. വിസ ഞാൻ തുറന്ന് നോക്കി. എൻ്റെ അമ്മ എനിക്ക് 8-9 പേജിൽ, എൻ്റെ സ്റ്റെയിൻ ആയത് 3-ാമത്തെ പേജിലാണ്. എൻ്റെ വിസ അടിച്ചു തന്നത് എനിക്ക് 8-9 പേജിൽ ഒരു പ്രശ്നവും കൂടാതെ എൻ്റെ അമ്മ എനിക്ക് വിസ അടിച്ചു തന്നു. ഞാൻ അന്ന് തന്നെ എനിക്ക് വിസ ഞാൻ ഓപ്പൺ ആക്കി നോക്കി. അന്ന് 20-ാം തീയതി തന്നെ ഞാനിവിടെ വന്നു. അപ്പം ലേറ്റ് ആയാലും സാക്ഷ്യം പറയാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ടാണ് ഇന്ന് വന്ന് ഞാൻ പറഞ്ഞത്. അതുകൂടാണ്ട് ഞാൻ ഈ എക്സാമൊക്കെ ക്ലിയർ ചെയ്തപ്പം എന്തായാലും ഇപ്പം ജർമ്മൻ ലാംഗ്വേജ് കഴിഞ്ഞ പിള്ളേരാണ്, പഠിപ്പിക്കാൻ കയറും. ഞാൻ പഠിപ്പിക്കാൻ കയറി. അങ്ങനെ പത്തനംതിട്ട തന്നെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിപ്പിക്കാൻ കയറി. കുഴപ്പമില്ലാണ്ട് സാലറിയോടെ പഠിപ്പിച്ചൊക്കെ പോകുന്ന സമയത്തൊരു 5-6 മാസത്തോളം ഞാൻ പഠിപ്പിച്ചു. അവസാനം ആയപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഹെൽത്ത് പ്രോബ്ലംസ് ആയി. സൗണ്ട് പോയി, ടോൺസിസ് ആയിട്ട് സൗണ്ട് കംപ്ലീറ്റ്ലി പോയി. എന്നിട്ട് എനിക്കതുപോലെ തന്നെ ബ്ലഡിൽ അലർജി വന്നിട്ട് കാണിക്കാത്ത ഹോസ്പിറ്റലില്ല, ഒരുപാട് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു, ഒരുപാട് ഡോക്ടേഴ്സിനെ കൊണ്ട് കാണിച്ചു. അവർ കുറേ മെഡിസിൻസ് തരും, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഇതുമില്ല. അമ്മയുടെ ഉപ്പ് ഞാൻ എന്നും മിക്കവാറും റെഗുലർലി വെള്ളത്തിലിട്ട് ആവി പിടിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഗാർഗിൾ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ അമ്മയുടെ തേന്, തൈലം ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുമായിരുന്നു. എനിക്കിപ്പം ടോൺസിസ്, തൊണ്ടയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടതായിട്ട് തോന്നില്ല. കാരണം എനിക്ക് ഇപ്പം അൾട്രാ സൗണ്ടാണെന്നാണ് വീട്ടിൽ പറയുന്നത്. കാരണം സൗണ്ട് ഇല്ലാത്ത എനിക്ക് അൾട്രാ സൗണ്ട് കിട്ടി. അതുപോലെ മാക്സിമം സൗണ്ട് എനിക്കിപ്പോൾ കിട്ടി. പിന്നെ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പത്രം കൊണ്ട് കൊടുക്കുമായിരുന്നു മാക്സിമം ആൾക്കാർക്ക്. ഞങ്ങളുടെ അവിടെ സൊസൈറ്റിയിലുള്ള ആൾക്കാർക്കാണെങ്കിലും ഹോസ്പിറ്റലുകൾ കുറേ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞങ്ങൾക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഒരിടത്ത് ഇങ്ങനെ പൊതി ഇങ്ങനെ ഒരു കുറച്ച് നാൾ മുമ്പാണ് കൊടുത്ത സമയത്ത് ഹോസ്പിറ്റലാണ്. അപ്പം ഇതൊന്നും ഇവിടെ അലൗഡ് അല്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിട്ട അവസ്ഥ വരെ ഉണ്ടായി. പക്ഷേ എന്നിരുന്നാൽ പോലും അതൊക്കെ അമ്മ നമുക്ക് തരുന്ന, നമ്മളൊരു സങ്കടം അനുഭവിച്ച് കഴിഞ്ഞാൽ അമ്മ എന്തായാലും നമുക്കൊരു സന്തോഷം തരുമല്ലോ. അപ്പം ആ ഒരു ഫോക്കസിൽ
പോസ്റ്റിൽ ഞാൻ കണ്ട് എന്നതാ ഞങ്ങൾ അങ്ങനെ ഫുഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനാണെങ്കിൽ എലോസ് മിനിസ്ട്രി എന്ന് പറഞ്ഞൊരു ഈ ഫുഡ് ഇതുപോലെ തന്നെ കൊടുക്കുന്നൊരു സംഭവമാണ്. അപ്പം ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് ഒരുപാട് പിള്ളേരെ ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് കിട്ടുന്ന എൻ്റെ സാലറിയിൽ നിന്ന് അങ്ങനെ വലിയ സാലറി ഇല്ലെങ്കിൽ പോലും സാലറിയിൽ നിന്ന് പിള്ളേർ തരുന്ന ക്യാഷ് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, അവിടെ ഇങ്ങനെ പ്രവർത്തനത്തിന് കൊടുക്കുമായിരുന്നു. ഇത്രയൊക്കെയാണ് എൻ്റെ അമ്മ തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ. ആത്മീയമായ വളർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ആണെങ്കിൽ ഞായറാഴ്ച മാത്രം ഞായറാഴ്ച പങ്കെടുക്കുന്നത് തന്നെ പോകണമല്ലോ എന്ന് വിചാരിച്ച് പോകുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇപ്പം ഡെയിലി എനിക്ക് കുർബാന കൂടിയില്ല, എന്തോ ഒരു സംതിങ് ലോസ്, ആ ഒരു ഫീലാണ്. ഞാനിപ്പം കുമ്പസാരിക്കുന്ന കാര്യമാണെങ്കിലും കുർബാനയെ കൊള്ളുന്ന കാര്യമാണെങ്കിലും അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ദേഷ്യം ഉണ്ടായിരുന്നു. നല്ല രീതിക്ക് ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ദേഷ്യമുള്ള കൂട്ടത്തിലായിരുന്നു. ഇപ്പോഴും ദേഷ്യം അങ്ങനെ എനിക്കാണെങ്കിൽ ഇപ്പം കാമായിട്ട് ഒരാൾ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അതിനേക്കാട്ടിലപ്പുറം ഇരുന്ന് ചിന്തിച്ച് ആലോചിച്ച് ഇതിനെല്ലാം ഒരു സൊല്യൂഷനുണ്ട്, അമ്മയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല, എല്ലാം ഞാൻ ഫോക്കസ് ഓൺ അമ്മ എനിക്ക് തരും, ആ ഒരു സംഭവത്തിലേക്ക് ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഇനി അമ്മ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തരും. ഞാൻ പോകുന്നിടത്താണെങ്കിലും എനിക്ക് അമ്മ ഒരുപാട് അനുഗ്രഹങ്ങൾ തരും. ഉടമ്പടിയിൽ ജീവിക്കാൻ എനിക്ക് ഒരുപാട് ആവശ്യങ്ങൾ തരും എന്ന് ഞാൻ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ സാക്ഷ്യം പറയാനായിട്ട് ഈ ആൾത്താരിൽ വന്നിരിക്കുന്നത്. അതിന് തിരുക്കുമാരനും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ചെറുപുഷ്പം. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ആനക്കൽ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ മകൾ ജോമേഴ്സി ബാംഗ്ലൂർ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ 1ാം വർഷ BSc നേഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. ഞാൻ 2022 മെയ് മാസത്തിലാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. 2023 ഡിസംബറിൽ ഞാൻ ആദ്യത്തെ സാക്ഷ്യം പറഞ്ഞതാണ്. എനിക്ക് ഒരു 15 വർഷമായിട്ട് മൈഗ്രെയിൻ എന്ന അസുഖമുണ്ട്. അപ്പോൾ മൈഗ്രെയിൻ ആഴ്ചയിൽ 7 ദിവസങ്ങളിൽ 5 ദിവസവും എനിക്ക് ശക്തിയായ തലവേദന എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ എപ്പം തലവേദന എടുക്കുമ്പോഴും എൻ്റെ മോളും വന്ന് അപ്പോഴേ എനിക്ക് ഉടമ്പടി തൈലം കൊണ്ടുവന്നിട്ട് പറയും, അമ്മേ നമുക്കിവിടെ അമ്മ മാതാവിൻ്റെ തൈലമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് തൂത്ത് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഞാൻ 2022 ഉടമ്പടി എടുത്തപ്പോൾ മുതൽ എന്നും എൻ്റെ മകളും എൻ്റെ കൂടെ ഇവിടെ വരികയും പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അവൾക്കും ആഗ്രഹമായിരുന്നു 18 വയസ്സായ ഉടൻ തന്നെ ഉടമ്പടി എടുക്കണമെന്ന്. അങ്ങനെ അവൾ 18 വയസ്സായി പൂർത്തിയായ ഉടൻ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അപ്പോൾ മാതാവിൻ്റെ പ്രത്യേക കൃപയാൽ ഞങ്ങൾക്ക് ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ മാതാവിൻ്റെ പ്രത്യേക കൃപയാൽ എനിക്കിപ്പോൾ മൈഗ്രെയിൻ ഒരിക്കലും വരാറില്ല. പിന്നെ എൻ്റെ മകൾക്കുണ്ടായ അനുഭവപ്പെട്ട സാക്ഷ്യമാണ്, അത് അവൾ തന്നെ പറയും. ഞാൻ 2025 ഫെബ്രുവരി മാസത്തിലാണ് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. അമ്മയുടെ തലവേദന, അമ്മയ്ക്ക് ഭയങ്കര കഠിനമായിട്ട് തലവേദന വരുമായിരുന്നു. ഒരു 15 വർഷത്തോളം അമ്മയ്ക്ക് നീണ്ടു നിന്ന മൈഗ്രെയിൻ ആയിരുന്നു. അത് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് എനിക്ക് കാണുമ്പോൾ തന്നെ അറിയാമായിരുന്നു. അമ്മ 5-6 തോർത്തൊക്കെ വെച്ച് തല ഭയങ്കര ചുറ്റി മുറുക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് അത് ഭയങ്കര പേടിയാവുമായിരുന്നു അമ്മ കാണിക്കുമ്പോൾ, അങ്ങനെ ചെയ്യുമ്പോൾ ഒക്കെ കാണുമ്പോൾ. അപ്പോൾ അന്നേരം ഞാൻ തൈലം കൊണ്ട് അമ്മേനെ നെറ്റി തൈലം കൊണ്ട് പൂശയൊക്കെ ചെയ്യുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അമ്മയുടെ തലവേദന മാറ്റിയ മാതാവ് എൻ്റെ നിയോഗങ്ങളെല്ലാം സാധിച്ചു തരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2025 ഫെബ്രുവരി മാസത്തിൽ എനിക്ക് 18 വയസ്സായ ഉടനെ തന്നെ വന്ന് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു. ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് +2 പരീക്ഷ, കഴിഞ്ഞ വർഷമാണ് ഞാൻ +2 പരീക്ഷ എഴുതിയത്. പരീക്ഷ എഴുതിയപ്പോൾ എനിക്ക് 90% മാർക്ക് നൽകി അനുഗ്രഹിക്കണമെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അമ്മ മാതാവ്, ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ എപ്പോഴും എൻ്റെ കയ്യിലൊരു കൊന്തമോതിരം ഉണ്ടായിരുന്നു. ഞാൻ ആ കൊന്തമോതിരത്തിൽ എൻ്റെ ഉടമ്പടി കാശുരൂപം ഞാൻ ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് പിൻ ചെയ്തിട്ട് ഞാനതൊരു കയ്യിൽ ഇറുക്കി പിടിക്കും. പിന്നെ ഞാൻ ഉപ്പ് കൊണ്ട് എല്ലാ പേപ്പറിലും ഞാൻ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് എല്ലാ പേപ്പറിലും ഞാൻ ഇടും. എന്നിട്ടാണ് ഞാൻ പരീക്ഷ എഴുതാൻ തുടങ്ങുന്നത്. പക്ഷെ ഞാൻ എൻ്റെ ഫൈനൽ എക്സാം ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ലായിരുന്നു ക്വസ്റ്റ്യൻ വന്നിരുന്നത്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എപ്പോഴും പരീക്ഷ എഴുതി വന്ന് ഞാൻ മൊത്തം കരച്ചിലായിരുന്നു. എന്നാലും ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാനിങ്ങനെ എഴുതി വെച്ച് എനിക്ക് 90% മാർക്ക് തന്ന അമ്മ മാതാവിനെ അനുഗ്രഹിക്കണം. ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ +2ൻ്റെ റിസൾട്ട് ഞാൻ ഈ അമ്മയുടെ പുണ്യഭൂമി വന്നിട്ടേ ഞാൻ തുറന്ന് നോക്കത്തുള്ളൂ, സൈറ്റ് തുറക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ റിസൾട്ട് വന്നത് ഞാൻ തുറന്ന് നോക്കിയത് ഞാൻ ഈ പുണ്യഭൂമി വെച്ചാണ്. ഞാൻ തുറന്നു നോക്കി, എനിക്ക് മാത്സ് ഒഴികെ എല്ലാ വിഷയത്തിനും എനിക്ക് ഫുൾ A+ നൽകി അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് 94% മാർക്ക് അമ്മ മാതാവ് എനിക്ക് നൽകി.
പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ നഴ്സിങ്ങിന് പോകാനായിട്ടാണ് നിന്നിരുന്നത്. എനിക്ക് അന്നേരം LBS വഴി ഞാൻ അലോട്ട്മെൻറ്റ് നോക്കി. എനിക്ക് ഒരു അലോട്ട്മെൻറ്റിനും എനിക്ക് വരുന്നില്ലായിരുന്നു. എനിക്ക് ഭയങ്കര മെറിറ്റായിരുന്നു, ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. എനിക്ക് ഇത്ര ശതമാനം മാർക്കുണ്ടല്ലോ, അപ്പോൾ എനിക്ക് ഉറപ്പായിട്ട് നഴ്സിങ്ങിന് എനിക്ക് നാട്ടിൽ തന്നെ കിട്ടുമെന്ന് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അപ്പം ഞാൻ എല്ലായിടത്തും ചെല്ലുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും എന്നത്തിനാണ് പോകുന്നത്. ഞാൻ പറഞ്ഞ നഴ്സിങ്ങിനാണ് പോകുന്നത്. അന്നേരം LBSൻ്റെ അലോട്ട്മെൻറ്റ് വന്നല്ലോ, കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞു കിട്ടിയില്ല. അപ്പോൾ എനിക്ക് പിന്നെ ഏതെങ്കിലും ഫാമിലി ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എവിടെ ചെല്ലുമ്പോഴും ആൾക്കാർ എന്നോട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, ഇത്രയും മാർക്കുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് കിട്ടുന്നില്ല? അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് കുറയാൻ തുടങ്ങി. മാതാവ് എനിക്ക് ഇത്രയും മാർക്കുണ്ടല്ലോ, എനിക്ക് ഇന്നിട്ട് എന്തുകൊണ്ട് അഡ്മിഷൻ കിട്ടുന്നില്ല? അങ്ങനെ എനിക്ക് ഒരു ദിവസം മെയിൽ വന്നു, ഗാന്ധിനഗറിൽ എന്നെ SMEന്ന് 1112 എൻ്റെ റാങ്ക്. അന്നേരം കിട്ടിയ അഡ്മിഷൻ ബുള്ളറ്റിൻ എന്ന് പറഞ്ഞ് എനിക്കൊരു മെയിൽ വന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പം അവിടെ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചാൽ കയറിയത്. എൻ്റെ മാതാവ് എനിക്കുള്ളതാണ്, മാതാവ് എനിക്ക് നൽകണമേ. ഞാനവിടെ കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ ഡോക്യുമെൻ്റ് വാങ്ങിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ആളായപ്പോൾ അതും അവിടെ വെച്ച് സ്റ്റോപ്പായി. അതോടെ എൻ്റെ കോൺഫിഡൻസ് മൊത്തത്തിൽ തകർന്നു. എനിക്ക് ഒരിടത്തും കിട്ടത്തില്ല, ഇത്രയും മാർക്ക് വെച്ച് എല്ലാവരും ചോദിക്കാനും തുടങ്ങി. ഞാൻ കള്ളം പറയുകയാണോ മാർക്കെന്ന് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ മാതാവിൻ്റെ പെരുന്നാളിന് സെപ്റ്റംബർ 8 ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഞാൻ 8 വരെ നോയമ്പെടുത്ത് ഞാൻ അമ്മയുടെ അടുത്ത് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് 8 എനിക്ക് ദിവസം ഉണ്ടെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും എനിക്കൊരു അഡ്മിഷൻ വാങ്ങിച്ചു തരണം. ഞാൻ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് വെച്ചു. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ എനിക്ക് ചെത്തിപ്പുഴ ആശുപത്രി എനിക്ക് അഡ്മിഷൻ കിട്ടി. അപ്പോൾ ഞാൻ KCET ബാംഗ്ലൂർ KCET എന്ന് പറഞ്ഞൊരു പരീക്ഷ എഴുതിയായിരുന്നു. അതും ഞാൻ എൻ്റെ ആഗ്രഹം എനിക്കൊരു മെഡിക്കൽ കോളേജ് നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഞാൻ KCET എന്നൊരു പരീക്ഷ എഴുതി. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അത് ബാംഗ്ലൂരാണ് പരീക്ഷ നടക്കുന്നത്. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് കന്നഡ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി പരീക്ഷ എഴുതുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവിടെ പുറത്തിരുന്ന എല്ലാവർക്കും ഞാൻ പത്രം വിതരണം ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ അതിന് ഞാൻ കാശുരൂപം കൈവച്ചും ഉപ്പ് ഞാൻ ആ പേപ്പറിലിട്ടുമാണ് ഞാൻ പരീക്ഷ എഴുതിയത്. അതിനെനിക്ക് 1,00,000 മുകളിലാണ് എനിക്ക് റാങ്ക് ചെന്നത്. അപ്പോഴും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, കാരണം എനിക്ക് ബാംഗ്ലൂർ നല്ലൊരു മെഡിക്കൽ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടാനും ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് സെപ്റ്റംബർ 8 ഇവിടെ അഡ്മിഷൻ കിട്ടി, ചെത്തിപ്പുഴ അഡ്മിഷൻ കിട്ടി. അപ്പം ബാംഗ്ലൂരിന് ഞാൻ അഡ്മിഷൻ വെച്ച് ഞാൻ അന്നേരം പ്രൊസീജിയർ വെച്ചപ്പോൾ 3 ഹോസ്പിറ്റലാണ് ഞാൻ വെച്ചത്, 3 മെഡിക്കൽ കോളേജാണ് ഞാൻ വെച്ചത്. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് എനിക്ക് കിട്ടണം. പിന്നെ 8 വന്നിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഞാൻ നിൽക്കുക, എനിക്കിനി ഏതെങ്കിലും മെഡിക്കൽ കോളേജ് കിട്ടിയാൽ എനിക്കിനി ഞാൻ എന്നെ ചെയ്യും. കാരണം എനിക്ക് 12 മുമ്പ് ചെത്തിപ്പുഴ എനിക്ക് ചേരണം. അത് 25,000 രൂപ കൊടുത്ത് ചേർന്നാൽ പിന്നെ എനിക്ക് ഡോക്യുമെൻറ്റും പൈസ എല്ലാം എൻ്റെ പോയത് തന്നെയാണ്. പിന്നെ എനിക്കൊരു മെഡിക്കൽ കോളേജ് കിട്ടി എനിക്ക് പോകാനും പറ്റത്തില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യാം മാതാവേ, എനിക്ക് ഇനി ബാംഗ്ലൂരിലെ ആണോ കിട്ടുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ 9 വൈകുന്നേരം 4 മണിയായപ്പോൾ എനിക്ക് മെയിൽ വന്നു, ബാംഗ്ലൂർ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞ്. കാരണം ഞാൻ എല്ലാവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ 1,00,000 താഴെയുള്ള ഒരു 50,000 താഴെയുള്ളവർക്കൊക്കെ കൂടുതലും സെൻറ്റ് ജോൺസ് നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഒട്ടും നോക്കണ്ട, ചെത്തിപ്പുഴ കിട്ടിയില്ലേ കയറിക്കോളാം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഒന്നുകൂടെ വെയിറ്റ് ചെയ്യുക 2 ദിവസം കൂടെ. എനിക്ക് പിറ്റേ ദിവസം തന്നെ എനിക്ക് 4 മണിയായപ്പോൾ എനിക്ക് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് പിറ്റേ ദിവസം തന്നെ ചേർന്നോളാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് അന്നേരം തന്നെ ഞാൻ ഫീസ് അടച്ചു, ഞാൻ ചേർന്നു. ഞാൻ അമ്മമാതാ എനിക്ക് കനിഞ്ഞ് നൽകിയ അനുഗ്രഹത്തിൽ ഞാൻ 1000 നന്ദി പറയുന്നു. ഞാനൊരു അധ്യാപികയാണ്. ഞാൻ സ്കൂളിൽ പഞ്ച് ചെയ്യുമ്പോൾ രാവിലെയും വൈകിട്ട് ഞങ്ങൾക്ക് പഞ്ച് ചെയ്യണം. ആ പഞ്ച് ചെയ്യുമ്പോഴെല്ലാം ഞാൻ കൃപാസന മാതാവിൻ്റെ ഉപ്പ് കയ്യിലെടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടാണ് പഞ്ച് ചെയ്യുന്നത്. അതിൻ്റേതായ ദൈവാനുഗ്രഹങ്ങൾ ഞങ്ങളുടെ സ്കൂളിനും കുഞ്ഞുങ്ങൾക്കും അധ്യാപകർക്കും കിട്ടാറുണ്ട്. ഞാനിവിടെ വന്ന് കണ്ട് എൻ്റെ കൂടെയുള്ള ഒത്തിരി അധ്യാപകരും അനധ്യാപകരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ പറയും ടീച്ചറൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, അവരുടെ കാര്യം കൂടെ സാധിച്ചു കിട്ടുമെന്ന്. അപ്പം ഞാൻ ഒത്തിരിയും പേർക്ക് അവർക്ക് വേണ്ടി മാധ്യസ്ഥ അമ്മയുടെ ഏരിയ അവർ ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുപോയി കൊടുത്തും അവർക്കും കാര്യങ്ങൾ സാധിച്ച് കിട്ടാറുണ്ട്. പിന്നെ എൻ്റെ മോളാണേലും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും അവൾക്ക് 18 വയസ്സാകാനായിട്ട് അവൾ നോക്കിയിരുന്നു. അവൾക്ക് 2 കാര്യമായിരുന്നു. ആദ്യം അവൾ പറഞ്ഞു, ഞാനോർത്ത് എനിക്ക് 18 വയസ്സാകുമ്പോൾ മമ്മി ഒന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനോർത്ത് ഇതെന്തായിരിക്കും ഇവൾ ഈ പറയുന്നത്, ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയാണോ? ഞാൻ പറഞ്ഞു നമുക്ക് 18 വയസ്സ് കഴിയട്ടെ. എന്നെ പറഞ്ഞു അല്ല, എനിക്ക് അപ്പം തന്നെ ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഉടൻ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അവൾ പറഞ്ഞതുപോലെ അവൾ +2 റിസൾട്ടും ഞങ്ങൾ രാവിലെ ഇവിടെ ഇരുന്നുകൊണ്ടാണ് അവളുടെ റിസൾട്ട് നോക്കുന്നത്. അതുതന്നെ ദൈവത്തിൻ്റെ പ്രത്യേക ഒരു കൃപയാണ്. ഇത്രയും വിശുദ്ധിയോടെ ഇന്നത്തെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു മാതാവിനെ ഞാൻ ചെറുപ്പത്തിൽ തൊട്ടേ മാതാവിൻ്റെ ഒരു വിശ്വാസിയായിരുന്നു. അതുപോലെ എൻ്റെ മക്കളും മാതാവിൻ്റെ ഒരു വിശ്വാസിയാണ്. പിന്നെ ഇവൾക്ക് അത് കഴിഞ്ഞ് ഇവൾ ഡ്രൈവിംഗ് ടെസ്റ്റ് എഴുതി. ഡ്രൈവിംഗ് ടെസ്റ്റിന് ആദ്യത്തെ ഇതിൽ അവൾക്ക് 8 മാത്രമേ കിട്ടിയുള്ളൂ, പിന്നെ കിട്ടിയില്ല. പിന്നെ അവൾക്ക് ബാംഗ്ലൂർക്ക് ചേരാൻ പോകുന്ന അന്നാണ് അവൾക്ക് ഡേറ്റ് കിട്ടിയത്. അപ്പോൾ ഇവൾക്ക് പോകാനായിട്ട് ഭയങ്കര മടി, അമ്മ ഇന്ന് കിട്ടിയില്ലല്ലേ. ഞാൻ പറയാം അമ്മ മാതാവല്ലേ ഉള്ളേ. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു.
അപ്പോൾ മാതാവ് പറയുന്നുണ്ട് അവളെ വിട്, അവൾക്ക് കിട്ടും. അപ്പം ഞാൻ പറയും മോനെ മാതാവ് പറയുന്നുണ്ട് കൊച്ചു പോയി എന്നാണെങ്കിലും അറ്റൻഡ് ചെയ്യുക. അവൾ പോയി അറ്റൻഡ് ചെയ്തു. അവൾക്ക് 2 വീലറിൻ്റെയും 4 വീലറിൻ്റെയും ലൈസൻസ് 1 മണിയായപ്പം കിട്ടി. 2 മണിയായപ്പോൾ ഞങ്ങൾ കോട്ടയത്ത് പോയി ചെന്ന് അവൾക്ക് ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോവുകയും ചെയ്തു. അപ്പോൾ മാതാവിൻ്റെ കൃപയാൽ ചെറുതും വലുതുമായ പറഞ്ഞാൽ തീരുകയില്ലാത്ത ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പം മാതാവിനെ നമ്മൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്താൽ തീർച്ചയായിട്ടും അമ്മ മാതാവ് നമുക്ക് അതിനുള്ള കൃപ തരും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ 2 പേരും കൂടെ വരുമ്പോൾ ഇവളുള്ളപ്പോഴെല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ 3 മാസമേ ഉള്ളവൾ നേഴ്സിങ്ങിന് പോയിട്ട്. ഞങ്ങൾ സാധാരണ ഓട്ടോറിക്ഷക്കാർക്കാണ് ഞങ്ങൾ പത്രം വിതരണം ചെയ്യുന്നത്, ഞങ്ങൾ 2 പേരും കൂടെ. അതും വിശ്വാസപ്രമാണം ചൊല്ലി ഞങ്ങൾ സാക്ഷികളാണ്. ഞങ്ങൾക്ക് അനുഭവങ്ങൾ ഇഷ്ടമാതിരി അമ്മ മാതാവ് സാധിച്ചു തരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കൊടുക്കുന്നത്. പിന്നെ ഹോസ്പിറ്റലുകളിലാണെങ്കിലും പോയി പ്രാർത്ഥന വസ്തുക്കൾ കൊടുത്ത് പ്രാർത്ഥിക്കുകയും പറ്റുന്നത് പോലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാറുണ്ട്. ആര് എന്തൊരു സഹായം ചോദിച്ചുകൊണ്ട് വന്നാലും എനിക്ക് എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കും. അപ്പോൾ എന്നോട് എൻ്റെ ഹസ്ബൻഡാണെങ്കിലും ചോദിക്കും നീ എന്തിനാണ് ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറയും ഞാൻ അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ മാതാവിന് വേണ്ടി എനിക്കത് ചെയ്യണം, എനിക്കത് ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ മക്കളോടും ജീവിത പങ്കാളിയോടും പറഞ്ഞിരിക്കുന്നത് ഞാൻ മരിക്കുന്നവരെ എനിക്ക് ഉടമ്പടിയിൽ ജീവിക്കണം. ഞാൻ മരിക്കുമ്പോഴും എനിക്ക് കൃപാസന മാതാവിൻ്റെ ഉടമ്പടി കാശുര്യം എൻ്റെ കയ്യിൽ തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഈ അമ്മയെ നമ്മൾ വിളിച്ചപേക്ഷിച്ചാൽ നമ്മളെ സഹായിക്കും. അപ്പോൾ ആത്മീയമായിട്ട് എനിക്ക് ഞാൻ ഇവിടെ അടുക്കളയിൽ നിൽക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും എപ്പോഴും ഞാൻ അഖണ്ഡജപമാല വെച്ചുകൊണ്ടാണ് ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുന്നത്. അതുപോലെ ഫ്രീ പീരീഡ് കിട്ടുമ്പോഴാണെങ്കിലും ഞാൻ പോയി പറ്റുന്ന പോലെ കൊന്തയില്ലേയും പ്രാർത്ഥിക്കുകയും കൂടുതൽ മാതാവിലോട്ടും ദൈവത്തിലോട്ടും അടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. സാധാരണ ഞാനൊക്കെ 2 മാസത്തിലൊന്നൊക്കെ കുമ്പസാരിക്കാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ ഉടമ്പടിയിലായതുകൊണ്ട് എല്ലാ 15-ാം തീയതി കൃത്യ ദിവസം നോക്കി കഴിവതും കുമ്പസാരിക്കും. അപ്പം കൂടുതൽ അമ്മ മാതാവിനോടും ഉണ്ണീശയോടും ചേർന്നിരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും തിരുക്കുമാരനും അമ്മ മാതാവും തന്നുകൊണ്ടിരിക്കുന്ന വർഷിച്ചുകൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് വീണ്ടും വീണ്ടും നന്ദി പറയുന്നു. ഇനി മേലിലും അമ്മയുടെ കൃപ ഞങ്ങളുടെ കുടുംബത്തിൽ ധാരാളമായിട്ടുണ്ടാകട്ടെ എന്ന് അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയതിലും എനിക്ക് 1000 നന്ദി ഞാൻ അമ്മയ്ക്ക് പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2023 എൻ്റെ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ പല അസുഖങ്ങളോട് കൂടിയാണ് ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തത്. ആദ്യത്തെ എൻ്റെ സാക്ഷ്യം, എൻ്റെ കയ്യിൽ ലിഗമെൻ്റ് വേദന കാരണം ഞാൻ കിടത്ത് കയ്യിൽ ബെൽറ്റ് ഇട്ടിരുന്നു. 1 വർഷം ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് അന്ന് ഉടമ്പടി എടുക്കുന്ന സമയത്ത് എനിക്ക് ഒരു വിശ്വാസവും ഇല്ലായിരുന്നു. പിറ്റേന്ന് ഞാൻ ഫോണിൽ ഇത് പിടിച്ചിട്ടത് നോക്കി ഞാൻ സാക്ഷ്യവും കേട്ടു. അപ്പോൾ ഒരാളുടെ ഇത് സാക്ഷി പറയുന്നു തൈലം തേച്ചു അസുഖം മാറി എന്നു. ഞാനത് തൈലമെടുത്തു എൻ്റെ കയ്യിലും ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കി. അപ്പോൾ പിറ്റേന്ന് എൻ്റെ കൈയുടെ വേദന മാറുകയും എൻ്റെ കൈയുടെ ബെൽറ്റ് ഞാൻ മാറ്റി. പിന്നെ എൻ്റെ കയ്യിൽ എനിക്ക് ബെൽറ്റ് ഇടേണ്ടി വന്നില്ല. എൻ്റെ അമ്മ എന്നെ പൂർണ്ണ സൗഖ്യം തന്നു. എൻ്റെ 2ാമത്തെ സാക്ഷ്യം, ഞാൻ 2ാമത് ഉടമ്പടി പുതുക്കാൻ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു ചേച്ചി ഇവിടെ വന്നു സാക്ഷ്യം പറയുന്നു. അവർ വിദേശത്തായിരുന്നു. അവർക്ക് നടുവിന് ഡിസ്ക് കംപ്ലൈൻറ്റ്, ബെൽറ്റ് ഇട്ടും കൊണ്ടാണ് അവർ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നെന്ന് കരഞ്ഞു, അമ്മേ എൻ്റെ നടുവിനും ബെൽറ്റ് ഇട്ടേക്കുകയാണ്. ഞാൻ കൂലിപ്പണി മേശൻ പണിക്ക് പോയി ആണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ എനിക്കും ഈ ബെൽറ്റ് എനിക്ക് ഒരു കാലത്തും മാറ്റാൻ പറ്റില്ല. ഞാൻ 10 വർഷം കൊണ്ട് എൻ്റെ ബെൽറ്റ് ഞാൻ ഇട്ടേക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് കരഞ്ഞു, പ്രാർത്ഥിച്ചു. ഞാൻ പിറ്റേന്ന് ജോലിക്ക് പോയി ബെൽറ്റ് എടുത്ത് കെട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയും വേദനയും അനുഭവപ്പെട്ടു. ഞാൻ ഉടനെ ആ ബെൽറ്റ് ഊരി മാറ്റി. അപ്പോൾ ഞാൻ ബെൽറ്റിടാതെ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതുപോലെ വേദനയായിരുന്നു. അമ്മ എന്നോട് പറഞ്ഞു ഈ ബെൽറ്റ് നീ കെട്ടണ്ട, ഊരി മാറ്റി. പിന്നെ അതിന് ശേഷം ഞാൻ ഇന്ന് വരെയും ആ ബെൽറ്റ് ധരിച്ചിട്ടില്ല. പിന്നെ എൻ്റെ 3ാമത്തെ സാക്ഷ്യം, എനിക്ക് ഇടത്ത് വശം തലയിൽ എൻ്റെ കുട്ടിക്കാലം മുതൽ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ ചെവി പഴുക്കുമായിരുന്നു. പഴുപ്പുകയും ഡോക്ടറെ കാണിക്കുക എൻ്റെ കുട്ടിക്കാലം മുതലേ കാണിക്കും. ഇപ്പോഴും ഞാനത് ചികിത്സയിലായിരുന്നു. അങ്ങനെ എനിക്ക് പേപ്പർ കണ്ടാൽ ഞാൻ ചെവിയിലിട്ട് കറക്കുകയും ഒരു ബസ്സിൽ കയറി ആ ടിക്കറ്റ് കിട്ടിയാലും ഞാൻ ആ പേപ്പർ ചുരുട്ടി ചെവിയിൽ വെച്ച് കറക്കും. അപ്പോഴെനിക്കത് ചെവിയിലിടാതെ എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്. ഞാനിട്ട് കറക്കും. അപ്പോഴെനിക്ക് കഴിഞ്ഞ കോവിഡ്
സമയത്തും ഞാൻ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് പറ്റില്ല, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, ഞാൻ ഓപ്പറേഷൻ ചെയ്താൽ എൻ്റെ കുട്ടികൾക്ക് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, കുട്ടികളെ വളർത്തണം. അപ്പോൾ ഞാൻ മരുന്നിൽ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ വർഷം ജൂണിൽ എനിക്ക് വേദന കൂടി. അങ്ങനെ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ഇനി വെച്ച് പറ്റില്ല, പെട്ടെന്ന് തന്നെ ചിറയൻകീഴ് ഹോസ്പിറ്റൽ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ ഇവിടെ ഡോക്ടർ മരുന്നെല്ലാം എഴുതി തന്നു, ചെവിയിൽ ഒഴുക്കാൻ മരുന്നും തന്നു. ഞാൻ അതും കൊണ്ടുവന്നു. വീട്ടിൽ വന്നു എൻ്റെ മരുന്ന് തൈലം എടുത്തു, ഞാൻ ചെവിയിൽ ഒഴിച്ചു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആ ചെവിയിൽ രാത്രി തൈലം ഒഴിച്ച്, ഞാൻ മരുന്നൊഴിച്ചില്ല, ഒഴിക്കാതെ ഞാൻ കിടന്നു. പിറ്റേന്ന് എൻ്റെ ചെവിയിൽ എനിക്ക് നല്ല ഒരു സൗഖ്യം. എനിക്ക് കേൾവിയും കുറവായിരുന്നു. ആ ചെവി എന്നെ തുറന്ന് പ്രവർത്തിക്കുകയും എനിക്ക് ആ ചെവി അതിന് ശേഷം ഇന്ന് വരെയും ചെവി പഴുത്തിട്ടുമില്ല. പക്ഷേ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു നീ ഇനി ആ പേപ്പർ ചെവിയിൽ വെക്കരുത് എന്ന്. ഞാൻ ആ പേപ്പർ പിന്നെ ഞാൻ ചെവിയിൽ എടുക്കാൻ വെക്കുമ്പോൾ അമ്മ എന്നെ തടയും. ഞാൻ അങ്ങനെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തു, അമ്മ ഇനി ഞാൻ ആ പേപ്പർ ചെവിയിൽ വെക്കില്ല എന്ന്. അങ്ങനെ എൻ്റെ ചെവി ഇന്ന് വരെയും ഞാൻ മരുന്ന് കഴിച്ചിട്ടുമില്ല. എൻ്റെ പൂർണ്ണ സൗഖ്യവും എനിക്ക് കിട്ടി. എനിക്ക് പിന്നെ എൻ്റെ 4ാമത്തെ സാക്ഷ്യം, എനിക്ക് അരിയസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അതും ഞാൻ വളരെ ബുദ്ധിമുട്ടും ഞാൻ ഒരുപാട് അനുഭവിച്ചു. എനിക്ക് എല്ലാവരും പോലെ എല്ലാ ആഹാരവും കഴിക്കാനും ഒന്നും പറ്റില്ലായിരുന്നു. ഞാൻ മരുന്നും കഴിക്കുക, ആശുപത്രിയിൽ പോവും, ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അതും എൻ്റെ അമ്മ എനിക്ക് മാറ്റി പൂർണ്ണ ഇന്ന് ഒന്നിനും ഞാൻ മരുന്ന് കഴിക്കുന്നില്ല, എല്ലാ ആപത്തും മാറി. അത് കഴിഞ്ഞ് എനിക്ക് വീട് സ്വന്തമായിട്ടില്ല. ഞാൻ വാടകയ്ക്ക് 5 വർഷം കൊണ്ട് ഞാൻ കിടക്കുകയായിരുന്നു. ഞാൻ കിടക്കുന്ന വീട് ചോർച്ചയും ഇത് പിന്നെ ഒരു തുണി തറയിൽ വീണ അത് കഴുകിയേ എനിക്ക് കിടക്കാൻ പറ്റൂ, അത്ര ഒരു വീടായിരുന്നു. നല്ല വീടല്ലായിരുന്നു. വാടകയ്ക്ക് പാമ്പ് വരക്കവും, മഴ പെയ്താൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല, വെള്ളം മഴ കുട പൊരിച്ച് നമുക്ക് വഴിയെ നടക്കാൻ പറ്റില്ല, വഴി പോലും ഇല്ലായിരുന്നു. ഞാൻ 5 വർഷം കൊണ്ട് അപ്പോഴും ഞാൻ ആകെ വിഷമിച്ച് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ പലയിടത്തും പോയി വീട് കാണും, ബ്രോക്കർക്ക് ഫീസ് കൊടുക്കണം, അങ്ങനെ ഞാൻ ഓരോന്ന് കാണുമ്പോൾ പൈസ കൂടുതൽ. അവസാനം അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ എനിക്കൊരു വീട് അമ്മ തന്നെ ശരിയാക്കി തരണം. ഈ പച്ചത്തിരിയും നീലത്തിരിയും കത്തി തീരുമ്പോൾ തന്നെ എനിക്കൊരു വീട്, നല്ലൊരു വീട് അമ്മ വാടകയ്ക്ക് തരണം. പക്ഷേ എനിക്ക് അമ്മ തന്നു. ഒരു 2 നില കെട്ടം ഞാൻ ആ വീട്ടിൽ പണിക്ക് നിന്ന്. ഒരു 5 വർഷം പോലും തികഞ്ഞില്ല ആ വീട് വെച്ചിട്ട്. അവർ പൂട്ടിയിട്ടിരുന്നു, ആർക്കും കൊടുക്കാതെ. ഞാൻ ചോദിച്ചു, അങ്ങനെ ആ വീട് എനിക്ക് തന്നു. അമ്മയ്ക്ക് ഇത്രയും തന്ന 1000 നന്ദി. പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, എല്ലാവർക്കും ഈ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അമ്മ കൊടുക്കുന്നു. അപ്പോൾ എനിക്കിതുവരെ എനിക്കും ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ രാത്രി കിടന്നുറങ്ങി. പിറ്റേന്ന് നേരം വെളുത്തു, ഭയങ്കര സുഗന്ധം. എനിക്കത് എങ്ങനെ പറയണമെന്ന് അറിയില്ല, അത്ര ഭയങ്കര സുഗന്ധം ആയിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പം എനിക്ക് അങ്ങനെ ഒരു അനുഭവം എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് എനിക്ക് എന്നും രാത്രി കിടക്കുന്നുറങ്ങുമ്പോൾ വായിന്ന് ബ്ലഡ് വരും. എങ്ങനെ പല്ല് നാക്കിൽ കൊണ്ട് ഞാനൊരു സാക്ഷ്യം കേട്ട് അതിൽ അവരെ കുറിച്ച് പറയുന്നു, അവർക്ക് ഇങ്ങനെ പല്ലിന്ന് ബ്ലഡ് വരും, അത് തൈലം തേച്ച് അത് മാറിയെന്ന്. ഞാനും അങ്ങനെ എൻ്റെ നാക്കകത്ത് ഞാൻ തൈലം തേച്ചു. പിറ്റേന്ന് എൻ്റെ ആ പല്ല് പകുതി ഒടിഞ്ഞു പോവുകയും അതിന് ശേഷം എൻ്റെ വാക്കത്തുനിന്ന് ബ്ലഡ് വരികയോ ഒന്നും ചെയ്തിട്ടില്ല. പ്രവർത്തനം ഞാൻ വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് ഞാൻ എണീക്കും. എഴുന്നേറ്റ് ഞാൻ ബൈബിള് വായിക്കും, അച്ഛൻ്റെ ടോപ്പിക്ക് കേൾക്കും, പിന്നെ ഞാൻ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കും, പിന്നെ ജപമാല ചൊല്ലും. പിന്നെ ആരെന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ അവർക്ക് കാര്യവും നടക്കും. പിന്നെ ഞാൻ കൂടുതലും എനിക്ക് വേണ്ടി അല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. അമ്മേ, ഒരുപാട് പേര് അമ്മ അറിയുന്നില്ല, അമ്മ അറിയണം ഞാൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. പിന്നെ പലർക്കും അമ്മയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കും, അമ്മേ അവർ ഓരോരുത്തരുടെ അസുഖം മാറ്റണമേ എന്നും പറഞ്ഞ് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ കാര്യം ഞാൻ അവസാനമേ പറയൂ. ഞാൻ കൂടുതലും മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആരെൻ്റെ മുമ്പിൽ കൈ നീട്ടിയാൽ ഇല്ലെങ്കിൽ പോലും ഞാൻ അവർക്ക് 1 രൂപ കൊടുക്കാതെ ഞാൻ പോകില്ല. എന്നെ കൊണ്ട് കഴിയുന്ന ഞാൻ കൊടുക്കും. അതിനിരട്ടി എനിക്ക് അമ്മ തിരിച്ചു തരികയും ചെയ്യും. അമ്മയ്ക്ക് 1000 നന്ദി. ഇനി മുന്നോട്ട് ഞാൻ ഉടമ്പടി തന്നെ ഞാൻ പോവുകയും ചെയ്യും. 1000 നന്ദി. പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി.
പരിശുദ്ധ അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഇതുപോലെ നിർത്തി സാക്ഷ്യം പറയിച്ചതിൽ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ചിഞ്ചു, ഇതെൻ്റെ അമ്മ ബിന്ദു, എൻ്റെ ഹസ്ബൻഡാണ് അജിൻ. ഞങ്ങൾ കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. കല്യാണത്തിന് ശേഷം 2 വർഷമായിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ ടെസ്റ്റ് നടത്തിയതിൽ ഹസ്ബൻഡിന് കൗണ്ട് കുറവായിരുന്നു, കൗണ്ട് തീരെയില്ലായിരുന്നു. ഞങ്ങൾ മരുന്നുകൾ കഴിക്കാൻ തുടങ്ങി. ആദ്യം അലോപ്പതി മരുന്നുകൾ കഴിച്ചു തുടങ്ങി. 3 മാസക്കാലം കണ്ടിന്യൂസ് കഴിച്ചിട്ടും ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല, കൗണ്ട് കൂടുന്നേ ഇല്ലായിരുന്നു. അലോപ്പതി മരുന്നുകൾ സ്റ്റോപ്പ് ചെയ്ത് ആയുർവേദം ട്രൈ ചെയ്തു. ആയുർവേദം മരുന്നും ഇതുപോലെ തന്നെ 3-4 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചിട്ടും യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. കൗണ്ട് 0 കൗണ്ടായിരുന്നത് ഒന്നുപോലുമായി കൂടി വന്നിട്ടില്ലായിരുന്നു. മരുന്നുകൾ കഴിച്ചുകൊണ്ടിരുന്ന സമയത്തെല്ലാം എൻ്റെ അമ്മ എന്നോട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അമ്മയാണ് ആദ്യം കൃപാസനത്തെ പറ്റി പറയുന്നതും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും. പക്ഷേ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് മരുന്നുകൾ വർക്ക് ചെയ്യുന്നതും മരുന്നുകൾ കഴിക്കുന്നത് വഴി കുഞ്ഞുണ്ടാവുമെന്നും വിചാരിച്ച് അന്നേരം കൃപാസനത്തിൽ വരികയും ചെയ്തില്ല, ഉടമ്പടി എടുത്തതുമില്ല. എന്നാൽ മരുന്ന് കഴിച്ചിട്ട് ഫലമില്ലെന്നുള്ളത് കണ്ടപ്പോൾ മരുന്നുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയതിന് ശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആദ്യത്തെ ഉടമ്പടി 90 ദിവസം ആകുന്നതിന് മുമ്പേ പ്രഗ്നൻ്റായി. ആദ്യത്തെ സ്കാനിങ്ങിൽ തന്നെ യൂട്രസിനകത്ത് ഫൈബ്രോയിഡ്സ് ഉണ്ടെന്ന് കണ്ടിരുന്നു. അകത്തും പുറത്തും ഫൈബ്രോയിഡ്സ് ഉണ്ടായിരുന്നു. എല്ലാ സ്കാനിങ്ങിലും ഫൈബ്രോയിഡ്സ് കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഫൈബ്രോയിഡ്സ് വലുതാകുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഡെലിവറി സമയത്ത് ഒരു ഫൈബ്രോയിഡ് നല്ല രീതിയിൽ വലിപ്പം വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഗർഭാശയത്തിൻ്റെ വായുഭാഗത്ത് കുഞ്ഞിറങ്ങി വരുന്ന വഴിയിലായിരുന്നു. അതുകൊണ്ട് നോർമൽ ഡെലിവറിക്ക് സാധ്യതയും ഉണ്ടായിരുന്നില്ല. സിസേറിയൻ ഡെലിവറിയിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കുകയും ആ വലിപ്പം ഉണ്ടായിരുന്ന മുഴ നീക്കം ചെയ്യുകയും ചെയ്തു. 2025 സെപ്റ്റംബർ 16 പൂർണ്ണ ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ മാതാവും ഈശോയും ഞങ്ങളെ അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. കുഞ്ഞിൻ്റെ പേര് ഇവാൻ എന്നാണ്. പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നർത്ഥം വരുന്ന ഇവാൻ എന്നുള്ള പേരാണ് കുഞ്ഞിന് ഞങ്ങൾ നൽകിയിരിക്കുന്നത്. എൻ്റെ വീടിൻ്റെ പുനരുദ്ധാരണം എന്ന് പറയുന്നത് 27 വർഷത്തോളം ഞാൻ 30 വർഷം കാത്തിരുന്നു. എൻ്റെ വീട് 30 വർഷം പഴക്കമുണ്ട്. എൻ്റെ വീടിന് 27 രൂപ കൊണ്ട് പഞ്ചായത്തിൻ്റെ ലോണ് 27 രൂപ കൊണ്ട് ഉണ്ടാക്കിയ ഒരു വീടാണ് എൻ്റേത്. 30 വർഷത്തോളം ഞാൻ കാത്തിരുന്നു ആ വീടിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി. എല്ലാവരും വന്ന് മെമ്പറായി കഴിയുമ്പോൾ എല്ലാവരും വന്ന് കയറി ഇറങ്ങി പോകും. എൻ്റെ വീടിന് ഒരു കുഴപ്പവുമില്ല. പക്ഷേ ചിതലരിച്ച് ജീർണിച്ച് താഴെ വീഴാറായ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. 3 പെൺകുഞ്ഞുങ്ങളെയുമായി എൻ്റെ വീട്ടിനകത്ത് താമസിച്ചിരുന്നു. കുടയോടെയാണ് എൻ്റെ വീട്ടിനകത്ത് ഞാൻ താമസിച്ചിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടിയിൽ വീടിൻ്റെ പുനരുദ്ധാരണം ഞാൻ എഴുതി അമ്മ മാതാവിന് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥനയിലൂടെ കടന്നുപോയി. അപ്പോൾ എൻ്റെ വീടിൻ്റെ പുനരുദ്ധാരണത്തിന് ലാസ്റ്റ് ഇറങ്ങാറായപ്പോഴത്തേക്കും മെമ്പർ പറഞ്ഞു, ബിന്ദുവിന് വീടിന് അപേക്ഷ വെച്ചിട്ടുണ്ട്, അത് സാക്ഷിയായി കിടക്കുകയാണ്, ചെയ്യുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചെയ്യാൻ എനിക്ക് നിർവാഹം ഇപ്പോൾ ഒന്നുമില്ല. ഞാൻ ഇങ്ങനെ മുണ്ടക്കയത്തിന് പോകാനായിട്ട് വണ്ടിയെ കയറാനായിട്ട് റോഡിൽ കയറി നിൽക്കുമ്പോൾ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ ഇട്ടിച്ചൊരു വണ്ടി എൻ്റെ മുന്നിൽ വന്ന് നിർത്തി. അപ്പോൾ ഞാൻ ഓർത്തു എന്നെ മുണ്ടക്കയത്തിന് കൊണ്ടുപോകാനായിരിക്കും നിർത്തിയെന്ന് ഞാൻ ഓർത്തു. അപ്പോൾ ഞാൻ ഇതിലേക്ക് പെട്ടെന്ന് ചാടി കയറാൻ ശ്രമിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ മുണ്ടക്കയത്തിന് കൊണ്ടുപോകാനല്ല, വീടിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ കാര്യം എങ്ങനെയാണ്, ബിന്ദു വയ്ക്കുന്നില്ലെങ്കിൽ അടുത്തയാളിന് കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ പറയാൻ ഒരു മാർഗവുമില്ല, ഞാൻ മുണ്ടക്കയത്തിന് പോയിട്ട് വീട്ടിൽ വന്നു കഴിയുമ്പോൾ വൈകിട്ട് വിളിച്ച് പറയാം, നിവൃത്തിയില്ലെങ്കിൽ ഞാൻ വെക്കുന്നില്ല, അടുത്തയാളിന് കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ പറയാമെന്ന് കരുതി ഞാൻ ബാങ്കിൽ എൻ്റെ ചെറിയ പണയത്തിന് പലിശ അടയ്ക്കാൻ വേണ്ടി ഞാൻ ചെന്നതാണ്. അപ്പോൾ ഞാൻ ചീട്ട് കാണിച്ചപ്പോൾ എന്നോട് പണയത്തിലിരിക്കുന്ന ആൾ പറഞ്ഞു, ചേച്ചിക്ക് ഇതിനകത്തുനിന്ന് ഒരു 60,000 രൂപ കൂടി അങ്ങോട്ട് തരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു, ഇത് കിട്ടിയാൽ എൻ്റെ വീട് പുനരുദ്ധാരണം ചെയ്യാൻ പറ്റും. ഞാൻ അതും വാങ്ങി തിരിച്ച് വീട്ടിൽ വന്നു മെമ്പറോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച എൻ്റെ നിയോഗം ഓരോന്നായി എനിക്ക് സാക്ഷാത്കരിക്കാൻ തുടങ്ങിയതായി എൻ്റെ മനസ്സിലേക്ക് കുളിര് കോരുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. ഇന്നെൻ്റെ വീട് പൂർണ്ണമായും സ്വർഗമായി മാറി. ഇന്നെൻ്റെ വീടിൻ്റെ ശോചനാവസ്ഥ എല്ലാം മാറി. എൻ്റെ വീടിന് പുനർജന്മം നൽകി. എൻ്റെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടായി, കരച്ചിലായി, ബഹളമായി, എല്ലാം ഒരു നിയോഗം പോലെ ദൈവം എനിക്ക് സാധിച്ചു തന്നു. 3 പെൺകുഞ്ഞുങ്ങളുടെ മാതാവായി എന്നെ നാട്ടുകാരൊക്കെ കളിയാക്കുമായിരുന്നു. എൻ്റെ ഭർത്താവിന് വലിയ ആരോഗ്യമോ വലിയ കഴിവോ ഒന്നുമില്ല. അങ്ങാർക്ക് കിട്ടുന്ന തുച്ഛമായൊരു വരുമാനം കൊണ്ടാണ് ഞാൻ എൻ്റെ 3 കുഞ്ഞുങ്ങളെയും പഠിപ്പിച്ചിരുന്നതും. ഞാൻ കൂലിവേലയ്ക്ക് പോകും. ഒത്തിരിയേറെ കാര്യങ്ങൾ ഞാൻ
എൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യും. എൻ്റെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നത്. ഇന്ന് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. ഒത്തിരിയേറെ സങ്കടങ്ങളോടെയാണ് ഞാൻ ഈ സാക്ഷി ഇന്ന് ഇവിടെ നിന്ന് ഈ മാതാവിൻ്റെ ആൾത്താരിൽ നിന്ന് എന്നെ എത്തിച്ചത് എൻ്റെ അമ്മ മാതാവും തിരുക്കുമാരനുമാണ്. എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി സ്തുതികളും സ്തോത്രങ്ങളും ഞാൻ അർപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഞങ്ങൾ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കുന്ന പത്രം എല്ലാ വീടുകളിലൂടെയും കയറി ഇറങ്ങി ആശുപത്രികളിലും എല്ലാം ഞങ്ങൾ കൊടുത്ത് ഞങ്ങളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങളെല്ലാം പറയുകയുണ്ടായി. പിന്നെ ഞങ്ങളുടെ വീടിനടുത്തുള്ള അനാഥാലയത്തിൽ ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ ഇനിയും ഉടമ്പടിയിലൂടെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ കൂടി അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അച്ഛൻ്റെ സാക്ഷ്യങ്ങളെല്ലാം യൂട്യൂബിൽ വരുന്നത് കാണുമായിരുന്നു. ഡെയിലി ഇവരുടെ പ്രാർത്ഥന കൂടുമായിരുന്നു. പത്രങ്ങൾ കിട്ടുന്നത് ഞങ്ങൾ ആശുപത്രികളിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. വീടുകൾ കയറി പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ പോലും വീടുകളിൽ കയറി ഇറങ്ങി ഞങ്ങളുടെ അനുഭവ സാക്ഷ്യം ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ ഒരു കുഞ്ഞിനെ തന്ന് മാതാവ് അനുഗ്രഹിച്ച സാക്ഷ്യം പറഞ്ഞുകൊണ്ട് പത്രം കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഉടമ്പടിയിൽ തന്നെ മുന്നോട്ട് പോകണം. സ്തുതിയായിരിക്കട്ടെ. ആദ്യം തന്നെ എനിക്കിവിടെ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സവിത വർഗീസ്. ഞാനിപ്പോൾ തായ്ലാൻഡിൽ ബാങ്കോക്കിൽ വർക്ക് ചെയ്യുന്നു. അവിടെ ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഇപ്പോൾ 2ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ ഉടമ്പടി ആദ്യമായി എടുത്തത് ലാസ്റ്റ് ഇയർ 24 ഡിസംബർ 2024. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ പുതുക്കി. നേരത്തെ ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ 2ാമത്തതാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളുടെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ അവിടെ ചെന്നതിന് ശേഷം, ബാങ്കോക്കിൽ ചെന്നതിന് ശേഷം എനിക്ക് കുറച്ചുകൂടി പൊസിഷൻ ഒന്ന് സ്റ്റേബിൾ ആക്കാൻ ഒരു ഡോക്ടറേറ്റ് ഡിഗ്രി എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രൊഫഷണൽ ഡോക്ടറേറ്റ് ഇൻ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലീഡർഷിപ്പ് എന്ന കോഴ്സിന് ജോയിൻ ചെയ്തു. പക്ഷേ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ 3 ഇയേഴ്സാണ്. 3 ഇയേഴ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. പക്ഷേ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അറിയാം, എൻ്റെ ഹോളിഡേയ്സ് ഒന്നും എനിക്ക് ആഘോഷിക്കാൻ പറ്റില്ല. എല്ലാ ഹോളിഡേയ്സും ഞാൻ ഇതിനു വേണ്ടി പഠിക്കും. സാറ്റർഡേ സൺഡേസ് പിന്നെ വെക്കേഷൻ എപ്പോൾ കിട്ടിയാലും എവിടെയും പോകാൻ പറ്റില്ല. ഫുൾ ടൈം പഠിത്തമാണ്. പക്ഷേ ആ സമയമൊക്കെ ഞാൻ വിചാരിക്കും, യേശു എനിക്കിത് സാധിക്കും എന്നെക്കൊണ്ട്. എനിക്കിതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. ഒരുപാട് ടഫാണ്. ഒരുപാട് റിസർച്ച് ചെയ്യണം. എന്നെ സഹായിച്ചില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യവും ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്യും, ChatGPT സെർച്ച് ചെയ്യും. അങ്ങനെ ഓരോന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറയും, മാതാവേ ഞാൻ എന്താണോ സെർച്ച് ചെയ്യുന്നതിൻ്റെ ഉത്തരം എനിക്ക് മാതാവ് ഇതുവഴി തരണം. കാര്യം എനിക്കിത് എത്ര സ്റ്റെപ്പാണോ എങ്ങനെ ചെയ്യണമെന്നോ ഒരു ഐഡിയ ഇല്ലാതെയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് യാതൊരു മെറിറ്റും ഇല്ല. മാതാവ് എന്നെ ഹെൽപ്പ് ചെയ്താൽ മാത്രമേ ഏത് സീക്വൻസിൽ എഴുതണമെന്നും എങ്ങനെ എഴുതണം എന്നൊക്കെ ഞാൻ ChatGPTയോ ഗൂഗിളോ വഴി എനിക്ക് മാതാവ് തന്നുകൊണ്ടിരിക്കണം. അത് മാത്രമേ ഞാൻ അതിനകത്ത് എഴുതുള്ളൂ. അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യവും എഴുതി അയക്കുമ്പോഴും ഞാൻ എൻ്റെ ഗൈഡിന് സബ്മിറ്റ് ചെയ്യുമ്പോഴും ഞാൻ പറയും, മാതാവേ ഞാൻ എന്തായാലും ചെയ്തിട്ടുണ്ട് ഇത്രയും. പക്ഷേ ഇത് അവർക്ക് എങ്ങനെയാണോ ആവശ്യമുള്ളത് അത് മാതാവ് ആ രീതിയിലാക്കി മാറ്റിയെടുക്കണം. എനിക്ക് എങ്ങനെയാണ് എഴുതിയത് ഇത്രയും നാളത്തെ ആ വർക്കൊന്നും എനിക്ക് ഓർമ്മയില്ല. അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് മാതാവ് അതിൻ്റെ ഓർഡറിൽ അവർക്കായിട്ട് അത് രൂപപ്പെടുത്തി കൊടുക്കണം എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടാണ് ഓരോ പ്രാവശ്യവും എൻ്റെ ഗൈഡിന് എൻ്റെ വർക്ക് സബ്മിറ്റ് ചെയ്യാറുള്ളത്. അപ്പോഴൊക്കെ ഒരു പ്രോബ്ലം ഇല്ലാതെ മാതാവ് എന്നെ അതിൽ നിന്ന് രക്ഷിക്കും. അങ്ങനെ ലാസ്റ്റ് ടൈം തീസിസ് സബ്മിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇതുപോലെ ജോസഫ് അച്ഛൻ്റെ ഒരു ടോക്കിൽ ജോസഫ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഒരുപാട് ഡോക്ടറേറ്റ് എടുക്കുന്നവരൊക്കെ തീസിസ് എല്ലാം ChatGPT വഴി കോപ്പി ചെയ്തും മറ്റതൊക്കെ ചെയ്ത എല്ലാം റിജക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഭയങ്കര ഒരു ഭയം തോന്നി. കാര്യം ഞാനും ഉപയോഗിച്ചല്ലോ ഇതുവഴി, ഞാനും ഗൂഗിൾ സെർച്ചും ChatGPT ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യം ഒന്നും ഇതായെങ്കിലും പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിന് ഭയങ്കരമായിട്ട് ധൈര്യം കിട്ടി. കാര്യം ഞാൻ ChatGPT ഉപയോഗിച്ചാലും ഗൂഗിൾ ഉപയോഗിച്ചാലും ഞാൻ പറയുന്നത് മാതാവ് എനിക്ക് ഇതുവഴി ആൻസേഴ്സ് തരണമെന്നാണ്. കാര്യം അതുകൊണ്ട് ആ ഒരു ബലം എനിക്കുണ്ടായിരുന്നു. മറ്റുള്ളവരെ പോലെ അല്ല, എൻ്റെത് ഒരിക്കലും റിജക്റ്റ് ആവില്ല, എനിക്ക് പൂർണ്ണമായ ഒരു ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഫൈനൽ തീസിസ് സബ്മിറ്റ് ചെയ്തപ്പോഴും മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു. അത് 100% മാതാവ് അവർക്ക് ആവശ്യമുള്ള രീതിയിലാക്കി എടുക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഓരോന്ന് സബ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഫൈനലി അവർ പറഞ്ഞു എൻ്റെ തീസിസ് ഓക്കെ സക്സസ്ഫുൾ ആണ്, അവർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് മെസ്സേജ് വന്നു. പിന്നെ അപ്പോൾ ഞാൻ ബാങ്കോക്കിലാണ്. അപ്പോൾ ബാങ്കോക്കിൽ ഗ്രാജുവേഷൻ ഡേറ്റ് December 5th 2025 ആണ്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം, എനിക്ക് December 5th ആ ഗ്രാജുവേഷൻ പോയി കഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ വരുമ്പോൾ ഡിസംബറിൽ ഹോളിഡേയ്സാണ്, നാട്ടിൽ വരുമ്പോൾ എനിക്ക് സാക്ഷ്യപ്പെടുത്താലോ എന്നൊരു മനസ്സിലുണ്ടായിരുന്നു. ഞാൻ
ഞാൻ എൻ്റെ ഈ ഡോക്ടറേറ്റ് എടുക്കുന്ന കാര്യം ഞാൻ എൻ്റെ ആരടുത്തും എൻ്റെ കുടുംബത്തിലോ അവരുടെ അടുത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെ വന്ന മാതാവിൻ്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞതിന് ശേഷമേ എല്ലാവരുടെ അടുത്തും പറയുള്ളൂ എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഗ്രാജുവേഷൻ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഡിസംബർ 5 ബാങ്കോക്കിൽ വെച്ച് നടക്കുന്ന ഗ്രാജുവേഷൻ സെറമണിയിൽ എനിക്ക് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവരെ അഡ്മിൻ പറഞ്ഞു അങ്ങനെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഒക്ടോബറിന് മുൻപ്, ഇത് ഞാൻ പറയുന്നത് സെപ്റ്റംബർ ടുവേർഡ്സ് എൻഡാണ്, അപ്പോൾ ഒക്ടോബറിന് മുമ്പ് ഡിഫൻസ് എക്സാം പാസ്സായാൽ മാത്രമേ ഗ്രാജുവേഷൻ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഡിഫൻസ് എക്സാം എന്ന് പറഞ്ഞാൽ ഡിഫൻസ് പാനൽ ഒരു 6 മെമ്പേഴ്സെങ്കിലും മിനിമം കാണും. അപ്പോൾ അവർ തുരുതുര പല പല ചോദ്യങ്ങളും ചോദിക്കും. അപ്പോൾ എനിക്ക് ആദ്യം തൊട്ടുള്ള എന്തൊക്കെയാണോ ഞാൻ റിസർച്ച് ചെയ്ത് അതെല്ലാം ഞാൻ ഓർത്ത് വെക്കണം. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അടുത്തൊക്കെ പറഞ്ഞായിരുന്നു എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരുപാടൊന്നും അറിയില്ല, കാര്യം ഞാൻ മാത്തമാറ്റിക്സ് അല്ല, എൻ്റെ സബ്ജക്റ്റ് കെമിസ്ട്രിയാണ്. അപ്പം അവർ കൂടുതലും ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുഴഞ്ഞു പോവും. കാര്യം എനിക്ക് ഞാൻ സെർച്ച് ചെയ്തും ChatGPT വഴിയൊക്കെ എനിക്ക് കിട്ടിയ കാര്യങ്ങളാണ്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഒരുപാട് മനസ്സ് ഭയങ്കര സ്ട്രെസ്സായി. ഞാൻ എന്ത് ചെയ്തു, ലാസ്റ്റ് അതെല്ലാം മാറ്റി വെച്ച് വചനം എഴുതാൻ തുടങ്ങി. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വചനം സെഫാനിയ 3:17 അപ്പോൾ അത് ഞാനിങ്ങനെ പേപ്പറിൽ എഴുതാൻ തുടങ്ങി. ആ ഡിഫൻസ് തുടങ്ങാനായിട്ട് കുറച്ച് മിനിറ്റുകളേ ഉള്ളൂ. ഞാൻ അവിടെ ഇരുന്ന് വചനം എഴുതി. അത് കഴിഞ്ഞിട്ട് ഞാൻ കുരിശ് വരച്ചു. വിശുദ്ധ തൈലവും ഉപ്പ് എല്ലാം ഇട്ട് എൻ്റെ ലാപ്ടോപ്പിൽ കുരിശ് വരച്ചു. എൻ്റെ ദേഹത്തും ആ തൈലം തടവി. എന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, മാതാവേ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ആ ഒരു ഭാഗത്തിൽ നിന്നും അവരെൻ്റെ അടുത്ത് കൂടുതൽ ഇൻഡെപ്തായിട്ട് ഒന്നും ചോദിക്കരുത്. ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുഴഞ്ഞു പോകും, എനിക്ക് പാസ്സാവാൻ പറ്റില്ല. അത് പാസ്സായാൽ മാത്രമേ എനിക്ക് ഗ്രാജുവേഷന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ സ്കൂളിൽ എല്ലാവരും പറഞ്ഞു ഉറപ്പായിട്ടും ഒരുപാട് ചോദ്യങ്ങൾ അതിൽ നിന്ന് വരും, സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അവർ കൂടുതലും ഒരുപാട് ചോദിക്കുന്നത്, അതുകൊണ്ട് പ്രിപ്പയർ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് പേര് എനിക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു. മാതാവിൻ്റെ ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യമാണ് കഴിഞ്ഞ വർഷം എനിക്ക് ഡോക്ടറേറ്റ് ഈ വർഷം എനിക്ക് തരണം എന്നുള്ള ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യമാണ്. അപ്പോൾ ഞാൻ ആ ഒരു ധൈര്യത്തിൽ, അപ്പോൾ ഡിഫൻസിന് 6 പേരുണ്ടായിരുന്നു. അവർ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ പോലും സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ആ ഭാഗത്തുനിന്ന് വന്നില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കല്ലേ എന്നാണ്. കുറച്ചൊക്കെ ചോദിച്ചാൽ എനിക്ക് എന്തെങ്കിലും പറയാമായിരിക്കും. പക്ഷേ ഒരു ചോദ്യം പോലും ആ ഏരിയയിൽ നിന്ന് വന്നില്ല. ബാക്കി എങ്ങനെ ചെയ്തു, ബാക്കി കാര്യങ്ങളൊക്കെ ഒരുപാട് ചോദിച്ചു. പക്ഷേ അതൊക്കെ എനിക്ക് അപ്പം ഞാൻ ഈ ഡിഫൻസ് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, മാതാവേ, കർത്താവ് എനിക്ക് വേണ്ടി സംസാരിക്കും, മാതാവായിരിക്കണം ജഡ്ജായിട്ട് അവിടെ വരേണ്ടത്, ഞാൻ വെറും ഒരു ഡമ്മി പീസായിരിക്കും. ഞാൻ എന്ത് പറഞ്ഞാലും അത് നിങ്ങൾ രണ്ടുപേരും പറയുന്നതായിരിക്കും, ഞാനൊരു ഡമ്മി പീസായിരിക്കും എന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അവർ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒന്നും ചോദിച്ചില്ല. എനിക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മാതാവാണ് ജഡ്ജ്, കർത്താവ് എല്ലാ കാര്യവും സംസാരിക്കും, ഞാൻ വെറും ഒരു ഡമ്മി പീസാണ്. അപ്പോൾ ഞാൻ അവിടെ വെറുതെ ഇരുന്നു. അപ്പോൾ എനിക്ക് ടെൻഷനൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഡിഫൻസിൻ്റെ പാനൽസ് ചോദ്യം ചോദിച്ചു വന്നപ്പോൾ എനിക്ക് ടെൻഷനൊക്കെ മാറി. അങ്ങനെ 1 മണിക്കൂറായിരുന്നു ഡിഫൻസ് എക്സാം. അങ്ങനെ അത് പാസ്സായി. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഡിസ്റ്റിങ്ഷന് കൂടി പാസ്സായി എന്ന് എനിക്ക് റിസൾട്ട് വന്നു. അങ്ങനെ എനിക്ക് ഡിസംബർ 5 ഗ്രാജുവേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ എനിക്ക് പേരിന് മുമ്പ് എൻ്റെ ടൈറ്റിൽ എനിക്ക് കൊടുക്കാൻ പറ്റി, ഡോക്ടർ സവിത വർഗീസ് ആയി. അതിലെനിക്ക് മാതാവിനും കർത്താവിനും ഞാൻ ഒരുപാട് 1000 വരെ നന്ദി പറയുന്നു. പിന്നെ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ബാങ്കോക്കിൽ ഒരു അമേരിക്കൻ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് നാഷണാലിറ്റീസ് ഉള്ള ടീച്ചേഴ്സൊക്കെ ഉണ്ട്. അവിടെ 12, 13, 15 വർഷം പഠിപ്പിക്കുന്ന ഫിസിക്സും മാത്തും ബയോളജിയൊക്കെ പഠിപ്പിക്കുന്ന എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ മെമ്പേഴ്സ് ഉണ്ട്. ഞാൻ കെമിസ്ട്രിയാണ്. അപ്പോൾ പൊതുവേ അവർ ഇന്ത്യയിൽ നിന്ന് പോകുന്നവർക്ക് അങ്ങനെ പെട്ടെന്നൊരു പൊസിഷൻ കൊടുക്കില്ല. അപ്പോൾ ഞങ്ങളുടെ അവിടെ റോസ മറിയ മിസ്റ്റിക്ക ചർച്ച് ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും അവിടെ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ, മാതാവ്, ഞാൻ ഈ സ്കൂളിൽ തന്നെ നിൽക്കണോ? ഈ സ്കൂളിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു പൊസിഷൻ മാതാവ് തരണം, എന്നാലേ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ വേറെ ഏതെങ്കിലും സ്കൂളിൽ നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഫിസിക്സും ബയോളജിയൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ്, 50 വയസ്സോ 55 വയസ്സോ 60 വയസ്സുള്ള ടീച്ചേഴ്സും ഉണ്ട്. പക്ഷേ എന്നെയാണ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡ് ഓഫ് സയൻസ് ആക്കി എനിക്ക് അവിടെ ഉയർത്തി. അപ്പോൾ അത് മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് എനിക്ക് അവരുടെ ഹെഡ് ഓഫ് സയൻസ് ആവാൻ പറ്റിയത്. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് എന്നാലും മനസ്സിൻ്റെ ഉള്ളിലൊരു ഡൗട്ടായിരുന്നു. കാര്യം ഇവരെല്ലാവരും ഇത്രയും സീനിയേഴ്സായിട്ട് ഉള്ളപ്പോൾ എന്നെ മിക്കവാറും അവർ ടെമ്പററി പോസ്റ്റ് ആയിരിക്കും, കുറച്ചൊന്ന് ട്രൈ ചെയ്തിട്ട് മാറ്റുമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ ഞാൻ മാതാവിനെ ചോദിക്കുമായിരുന്നു, ഇതെനിക്കൊരു പെർമനൻറ്റ് പൊസിഷൻ ആണെങ്കിൽ എനിക്ക് എന്തെങ്കിലും രീതിയിലൊരു അടയാളം എങ്ങനെയെങ്കിലും ഒന്ന് കാണിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മാതാവിൻ്റെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഭയങ്കരമായിട്ട് നല്ലതുപോലെ മാതാവിൻ്റെ സുഗന്ധം എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാതാവ് എനിക്ക് ക്യാൻഡിലിൽ എനിക്ക് മാതാവിൻ്റെ രൂപം കാണാൻ പറ്റി. അതുപോലെ മഴവില്ലിൽ മാതാവിൻ്റെ ആ ഒരു രൂപം എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, എൻ്റെ ഈ പൊസിഷൻ പെർമനൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇപ്പോഴും ആ സ്കൂളിൽ സെക്കൻഡ് ഇയർ ആണ്, HOD ആയിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നു. അപ്പോൾ അത് മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രം കിട്ടിയതാണ്. പിന്നെ വേറെന്ന് പറഞ്ഞാൽ നേരത്തെയൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും ഞാൻ ഓരോ ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കും സ്റ്റോറീസ് നോക്കിയാൽ എല്ലാം സാക്ഷ്യങ്ങളും ഫാദറിൻ്റെ രാവിലത്തെ മോർണിംഗ് ഡെയിലി ബ്രെഡ് ടോക്കും പിന്നെ അല്ലാതെ സാക്ഷ്യങ്ങളും പിന്നെ ഉടമ്പടി ധ്യാനം അതെല്ലാം ആയിരിക്കും. ഒരുപാട് സമയം അതിനുവേണ്ടി ചിലവാകുന്നു. പിന്നെ ഡെയിലി എനിക്ക് മാസ് ഓൺലൈനിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. അവിടെ നമുക്ക് സൺഡേ മാത്രമേ ഇംഗ്ലീഷ് മാസമുള്ളൂ, അതുകൊണ്ട് അതിൽ പോകാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഓൺലൈൻ മാസിൽ പങ്കെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ജപമാല 2 ജപമാല രാവിലെയും പിന്നെ കുടുംബ പ്രാർത്ഥന ഒരിക്കലും മുടക്കിയിട്ടില്ല. ഒരിക്കലും മുടക്കരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇനി അവസാന കാലം വരെയും മാതാവിനോട് ചേർന്ന് നിൽക്കണം, ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് അവിടെ എനിക്ക് ഒരുപാട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നാട്ടിൽ വരുമ്പോൾ പത്രം പല ലാംഗ്വേജിൽ, കൂടുതൽ ഇംഗ്ലീഷിലായിരിക്കും, ഇംഗ്ലീഷിൽ വാങ്ങി അവിടെ കൊണ്ടുപോയി നമ്മുടെ പള്ളിയിലുള്ള അവർക്കെല്ലാം, അവർ കൂടുതലും ഫിലിപ്പീൻസിലുള്ളവരാണ്, അപ്പോൾ അവർക്കെല്ലാം കൊടുക്കാൻ പറ്റും. അതുമാത്രമല്ല നാട്ടിലുള്ളപ്പോൾ ഞാൻ പത്രം വാങ്ങി ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാനങ്ങ് ഫസ്റ്റ് ബോഗി തൊട്ട് ലാസ്റ്റ് ബോഗി വരെ ഞാൻ നടക്കും. ഈ പത്രം കൊണ്ട് ഞാൻ നടന്നിട്ട് ഓരോരുത്തർക്കും ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൻ്റെ അവിടെ എല്ലാവർക്കും ഫുഡും പിന്നെ പാവപ്പെട്ടവർക്ക് പൈസ ഓൺലൈൻ വഴി അയച്ചു കൊടുക്കും. ഓരോരുത്തരിങ്ങനെ നമുക്ക് ഷെയർ ചെയ്യുമല്ലോ, ഇങ്ങനെ അത്യാവശ്യം അങ്ങനെയായിട്ട് ചെയ്യും. പിന്നെ നാട്ടിൽ വരുമ്പോഴാണ് കൂടുതലും അത് ചെയ്യാൻ പറ്റുന്നത്. അവിടെ ഇരുന്ന് അധികം ആരും ചെയ്യാൻ പറ്റില്ല. അവിടെ ഫുഡ് കൊടുക്കാനും ഒക്കെ ഞങ്ങൾ ഒരുപാട് യാത്ര ചെയ്ത് പോയിട്ടുണ്ട്. ആരെങ്കിലും ഒരാളെ കാണണേ എങ്കിൽ അവരെ സഹായിക്കാം എന്ന് പറഞ്ഞ് കുറേ, പക്ഷേ ബാങ്കോക്കിൽ അങ്ങനെ അധികം കാണാറില്ല. വല്ലപ്പോഴും ഒരു ദിവസം 1-2 ആളെ കാണുമ്പോഴേ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നാട്ടിൽ വരുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആത്മീയതയിൽ ഒരുപാട് വളരാൻ പറ്റിയതിനെ ഓർത്ത് അതാണ് ഏറ്റവും വലുത്. ഒരുപാട് ഈ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മാറി ആത്മീയതയിൽ കൂടുതൽ വളരാൻ പറ്റി. അതിനൊക്കെ മാതാവിനും കർത്താവിനും ഒരുപാട് നന്ദി പറയുന്നു. ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന് ഒരുപാട് നന്ദി.